ഈശാവാസ്യോപനിഷത്ത് 9-ാം മന്ത്രം 33-ാമത്തെ പേജ്. എന്നിരുന്നാലും നിങ്ങളുടെ കഴിഞ്ഞ അവസാന ടീക്കയുടെ കുറച്ച് ഭാഗം പറഞ്ഞുതരാം. അതിന്റെ 2 പ്രസംഗം അവിടെ ഉണ്ടായിരുന്നു. സാധ്യസാധന ഭേദത്തിന്റെ ഉപമർദ്ദകനാരായിരിക്കും? ജ്ഞാനം. ആ ഉപമർദ്ദനം നടത്താൻ ജ്ഞാനം എന്തിനെ ആശ്രയിക്കുകയോ ഇല്ല. അതേപോലെ തന്നെ സംസാരത്തിന്റെ നിവൃത്തി എന്നുള്ള ഫലം ഉത്പന്നമാക്കുന്നതാരാ? അതേ ജ്ഞാനം തന്നെ. ആ ജ്ഞാനം സംസാര നിവൃത്തി എന്നുള്ള മോക്ഷഫലം നൽകാനായിട്ട് കർമ്മത്തെ ആശ്രയിക്കുകയോ? അതുമില്ല. അതെങ്ങനെ മനസ്സിലായി? ശ്രുതിയിൽ പറയുന്നത് ഏകത്വം അനിപശ്യതഃ എന്ന. അപ്പൊ അറിവ് തന്നെയാണ് മോക്ഷം എന്നുള്ള ഫലം ഉത്പാദിപ്പിക്കുന്നതും അതേപോലെ ഭേദത്തെ നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. 2 സ്ഥലത്തും കർമ്മത്തെ അപേക്ഷിക്കാതെയാണ് കാര്യം ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് കർമ്മ നിരപേക്ഷമായിരിക്കുന്ന ജ്ഞാനമാണ് മുക്തിക്ക് കാരണം, കൈവല്യത്തിന് കാരണം. ഈ ജ്ഞാനം ഉത്പന്നമാവാൻ കർമ്മത്തെ അപേക്ഷിക്കുന്നുണ്ടോ? ജ്ഞാനം ഉത്പന്നമാവാൻ കർമ്മത്തെ അപേക്ഷിക്കുന്നുണ്ടോ? ജ്ഞാനം ഉൽപ്പന്നമാവാൻ ശ്രവണ മനന നിരഭ്യാസം ചെയ്യണ്ടേ? ഞാൻ ചോദിച്ചത് കർമ്മത്തിന്റെ അപേക്ഷ ജ്ഞാനോത്പത്തിക്കുണ്ടോ എന്നാണ്. ഉണ്ട്. ഏതെങ്കിലും പ്രമാണം എടുത്ത് കാണിക്കാൻ പറ്റുമോ? 2 പ്രമാണം വരും. നിങ്ങൾ കുറച്ച് ഇതൊക്കെ വരാൻ പോകുന്നുണ്ട്. സർവാപേക്ഷാജ യജ്ഞാതി ശ്രുതേരശ്വത് എന്നൊരു സൂത്രമുണ്ട്. ബ്രാഹ്മണ വിദിഷന്തി യജ്ഞേന ദാനേന തപസ അനാശേകേന എന്ന് ബൃഹദാരണ്യകത്തിന്റെ മന്ത്രമുണ്ട്. 4-4-22 മന്ത്രവും 4-3-26 ബ്രഹ്മസൂത്രവും. ഇത് രണ്ടും ഇതിനെ സാധൂകരിക്കുന്നതാണ് കർമ്മം ജ്ഞാനഹേതുവാണ് എന്നുള്ളതിന്. അതുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് ജ്ഞാനം കിട്ടില്ലേ? കിട്ടും. ഇല്ല. കർമ്മം മാത്രമല്ല. അതാണ് ചോദ്യത്തിന്റെ കിടപ്പ് നോക്കണം. കർമ്മം ചെയ്തത് കൊണ്ട് ജ്ഞാനം കിട്ടുവെച്ചാൽ ഇല്ല. അതെന്തുകൊണ്ടാ? പ്രമാണ രഹിതമായിരിക്കുന്ന കർമ്മം ജ്ഞാന കാരണമല്ല എന്നുള്ളത്. എന്നാൽ കർമ്മം ചെയ്താൽ അത് ജ്ഞാനത്തിന് കാരണമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്. കർമ്മം വഴി അന്ധകരണ ശുദ്ധിയായിട്ട് ശ്രവണാദികൾ വഴി ജ്ഞാനോത്പത്തിക്ക് കർമ്മം കാരണമാകുന്നത്. അവിടെയാണ് നമ്മൾ സർവാപേക്ഷ ജിജ്ഞാശ്രുതർ. അതിന് നമ്മൾ ഇനി ഡീറ്റെയിൽ ചെയ്യും ഇപ്പോൾ. ടീക്കെ 33-ാമത്തെ പേജിൽ ടീക്കയിൽ 3-ാമത്തെ പങ്ക്തിയിൽ ആ പ്രസംഗം വരും. ഇനി നമ്മൾക്ക് എവിടെ എത്തണം? 33-ന്റെ 1-ാം പങ്ക്തി ഭാഷ്യം കണ്ടോ? ഇഹതു സമുച്ചിജീഷയ അവിദ്വദാദി നിന്ദാ ക്രിയത്തെ. ഇവിടെ ആവട്ടെ ഈ ഗ്രന്ഥത്തില് സമുച്ഛേദം ഇച്ഛ സമുച്ചിജീഷ തയാ സമുച്ചിജീഷയാ, സമുച്ചയം നടത്താനുള്ള ഇച്ഛ കൊണ്ട്. എന്തിന്റെ സമുച്ചയം അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, സാമാന്യമായിട്ട് എടുത്ത് സംസാരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സമുച്ചയം നടത്താനുള്ള ഇച്ഛ കൊണ്ട്, അതായത് അന്ധന്തമ പ്രവിശന്തി എന്നുള്ള സ്ഥലത്ത് സമുച്ചയ ഇച്ഛ ഉള്ളത് കൊണ്ട് അവിദ്വദാദി നിന്ദാ ക്രിയതേ. ആരാണ് ഇവിടുത്തെ അവിദ്വാൻ? കേവല കർമ്മിയാണ് ഇവിടുത്തെ അവിദ്വാൻ. ആ കർമ്മിയുടെ നിന്ദ എവിടെയാ ചെയ്തത്? തഥോ ഭൂയ ഇവത്തെ തമോ യൗ വിദ്യായാകും രഥാഹ എന്ന് നിങ്ങളുടെ 29-ാമത്തെ പേജിലെ 9-ാമത്തെ മന്ത്രത്തിന്റെ 2-ാം അർത്ഥത്തിലൂടെ കാണാൻ പറ്റും. ഈ അവിദ്വദാദി എന്നുള്ള സ്ഥലത്ത് ഒന്ന് അവിദ്വാൻ, രണ്ടാമത്തോ വിദ്വാൻ. അവിടുത്തെ വിദ്വാൻ ആരായിരിക്കും? നിന്ദയുടെ വിഷയമായിട്ട് വിദ്വാൻ മാറുന്നുണ്ടെങ്കിൽ അത് ഏത് വിദ്വാനായിരിക്കും? ഉപാസകൻ എന്നർത്ഥം. ശരി. അതായത് നിങ്ങളുടെ ഈ മന്ത്രം, അതായത് കേവല കർമ്മിയെയും നിഷേധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് നിന്ദിക്കുന്നുണ്ട്, കേവല ഉപാസകനെയും നിഷേധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഉപാസന ചെയ്യുന്നവൻ കർമ്മവും ചെയ്യണം, കർമ്മം ചെയ്യുന്നവൻ ഉപാസനയും ചെയ്യണം. ഇതിന്റെ ഫലം എന്താന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഈ ഭാഗത്തിലൂടെ നിരൂപണം ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ കർമ്മകാന്ഡം പോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാലേ ഇത് മനസ്സിലാകത്തുള്ളൂ മുന്നോട്ടേക്ക്. അപ്പോൾ 2 പേരും നിന്ദിക്കപ്പെടുന്നുണ്ട്. ആരൊക്കെ? ഉപാസകനും കർമ്മിയും. ഇല്ല, ഇത് വിശേഷണം കൂട്ടി കേവല ഉപാസകനും. കേവല കർമ്മിയും കേവല ഉപാസകനും നിന്ദിക്കപ്പെടുന്നുണ്ട്. കർമ്മി എന്ന് പറയാൻ ഉപാസകനും ആവാം. അപ്പൊ ഉപാസന സഹിത കർമ്മിയാണെങ്കിൽ നിന്ദയില്ല. അതേപോലെ കർമ്മസഹിതനായിരിക്കുന്ന ഉപാസകനാണെങ്കിലും നിന്ദയില്ല. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ സമ്മതം എന്താണ്? ആരാണോ കർമ്മം ചെയ്യുന്നത് അവൻ ഉപാസന ചെയ്യണം. ഇനിയിപ്പോൾ വേറൊരു കാര്യം ഞാൻ സംപിഡിതമായിട്ട് ഇവിടെ പറഞ്ഞുതരാം. ഇതിന്റെ ഘട്ടം 3 മന്ത്രത്തിലൂടെയാ പറയാം. അപ്പൊ നമ്മളിവിടെ കർമ്മസഹിത ഉപാസന വിധിക്കുന്നവരെ അവിടെ 3 മന്ത്രം ഉണ്ടാവും. അത് കഴിഞ്ഞാല് ഉപാസന സഹിത ഉപാസന സമുച്ചയം വരും. അവിടെ 3 മന്ത്രത്തിലൂടെ കാര്യം വരും. ആദ്യം നിന്ദിക്കുകയും
അതായത് 9ാമത്തെ മന്ത്രത്തിലൂടെ ഇപ്പോൾ നിന്ദിക്കും, 10ാമത്തെ മന്ത്രത്തിലൂടെ രണ്ടിനും വെവ്വേറെ ഫലം ഉണ്ടെന്ന് പറയും. അപ്പൊ ഫലമുള്ള കാര്യത്തെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം നിഷേധിക്കാനല്ല, മറിച്ച് രണ്ടും കൂടി ചെയ്യാനുള്ള വിധാനം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം സിദ്ധാന്തം എന്തായി? രണ്ടും കൂടി ചെയ്യണം. രണ്ടും കൂടി ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഫലം കിട്ടുക? കേവലമായിട്ട് ചെയ്താൽ കിട്ടുന്ന ഫലം തന്നെയാണ് സമുച്ചിതമായിട്ട് ചെയ്താലും ഫലം കിട്ടുക. അങ്ങനെയാണ് പിന്നെ കേവലമായിട്ട് ചെയ്താൽ പോരായിരുന്നു, ഫലം സമാനമല്ലേ? ശ്രദ്ധിക്കണം, ഇനി നിങ്ങൾ കേൾക്കുന്ന നേരം ഈ ഭാഗം വരും. അത് സമുച്ചയം ചെയ്തേണ്ട ആവശ്യം എന്തായിരുന്നു? സമുച്ചയം ചെയ്താലും കേവല ഉപാസകനെ കൊണ്ട് കിട്ടുന്ന ഹിരണ്യഗർഭലോകം തന്നെയാണ് ഫലമായിട്ട് പറയുന്നത്. പിന്നെ എന്തിനു സമുച്ചയം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫലത്തിന്റെ പ്രതിബന്ധകനാണ് അന്ധക്കരണത്തിന്റെ ശുദ്ധ്യഭാവം. അതായത് ഉന്നത ലോകങ്ങളിലേക്ക് പോകാൻ അന്ധക്കരണത്തിന്റെ ശുദ്ധി ആവശ്യമുണ്ട്. നിങ്ങളുടെ ബൃഹദാരണ്യകത്തിൽ പറയുന്നുണ്ട്, കർമ്മം ചെയ്ത് ആ നൃണി ആയെങ്കിൽ മാത്രമേ സ്വർഗലോകത്തിലേക്കും പോലും പോകാൻ പറ്റത്തുള്ളൂ. ദേവതയോടുള്ള ഋണം ഉണ്ടല്ലോ, ഋണാപാകരണം എന്ന് പറയും. അത് ഗൃഹസ്ഥനാണ് വിധിക്കുന്നത്. അതൊക്കെ നമ്മൾക്ക് മറ്റു പല സ്ഥലത്ത് കാണാം. ഭാഷകാരൻ പറയില്ല മറ്റാരും, അതായത് ശ്രീ ബ്രഹ്മചര്യാവസ്ഥയിൽ സന്യസിച്ചത് കൊണ്ട് കുഴപ്പമില്ല, അവൻ ഋണി ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഗൃഹസ്ഥനാവുന്ന ശേഷമാണ് ഋണിത്വം കയറി വരുന്നത്. അതുകൊണ്ട് അവൻ അവിടെ കർമ്മം ചെയ്തേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ ഋണി ആയിക്കൊണ്ട് സ്വർഗലോകത്തിലേക്കുള്ള യാത്ര പോലുള്ളൂ. അപ്പൊ അതിനേക്കാൾ ഉത്തമമായിരിക്കുന്ന ഈ ഹിരണ്യഗർഭലോകം പോകണമെങ്കിൽ അന്ധക്കരണത്തിന് ശുദ്ധി ആവശ്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഉപാസകൻ ഉപാസന ചെയ്യാത്ത സമയത്ത് കർമ്മം ചെയ്തില്ല എങ്കിൽ, അതായത് ശാസ്ത്രീയ കർമ്മം ചെയ്യുന്നില്ല എങ്കിൽ അവനില് അശാസ്ത്രീയ കർമ്മസംബന്ധം വരാം. അശാസ്ത്രീയ കർമ്മസംബന്ധം വന്നാൽ അന്ധക്കരണത്തിന് അശുദ്ധിയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഹിരണ്യഗർഭ ലോകത്തിലേക്കുള്ള പോക്ക് നിലച്ചു പോകും. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബൃഹദാരണ്യകത്തിന്റെ 1ാമത്തെ പാദത്തിൽ നമ്മൾ ടിപ്പണിയൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നിരൂപണം നടത്തിയതാണ്. അവിടെ വിചിത്രമായിരിക്കുന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അത് എന്താണ്, വാർത്തികത്തിൽ നിന്ന് എടുത്ത ഒരു പങ്ക്തിക്കനുസരിച്ച് ഉപാസകൻ പോലും ശരിയായ ഉപാസന ഇല്ലെങ്കിൽ കർമ്മിയുടെ ലോകത്തിലേക്ക് പോകാനുള്ള സാധ്യത അടക്കമുണ്ട്. ശരിക്കും അത് പറയുന്നത്ര ശരിയല്ല അത്, പക്ഷെ അങ്ങനെ ടിപ്പണിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ കർമ്മം ചെയ്തിട്ട് ശരിയായിട്ടില്ലെങ്കിൽ അവൻ എന്ത് പ്രതീക്ഷയാണുള്ളത് സ്വർഗലോകത്ത് പോകുന്നുള്ളത്? അപ്പൊ ഇവിടെ ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളത് അല്ല പറയുന്നത്. കാരണം കർമ്മത്തിന്റെ ഫലം അല്ല ഇവിടെ അവതരിപ്പിക്കുക. ഇത് മോക്ഷസാധനമായിരിക്കുന്ന കാര്യമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തുണ്ടാ ഉപനിഷത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഉപാസകൻ കർമ്മം ചെയ്യുമ്പോൾ അവന്റെ അന്ധക്കരണ ശുദ്ധിക്ക് കർമ്മം കാരണമായി മാറുമ്പോൾ ശുദ്ധാന്ധക്കരണത്തോടു കൂടിയവന് ഉപാസനയുടെ ഫലമായിട്ട് ഹിരണ്യഗർഭലോകത്തേക്ക് എത്താം. ഇതാണ് ഇതിന്റെ നിരൂപണം. അവൻ പറയാണ്, ഇഹത്തു സമുച്ചിചീഷയ അവിദ്യുതാദി നിന്ദാക്രിയതേ. ഈ ഗ്രന്ഥത്തിലായിരിക്കട്ടെ സമുച്ചയം ചെയ്യാനുള്ള ഇച്ഛ കൊണ്ട്, യോഗ്യമായിരിക്കുന്ന 2 വസ്തുക്കളെ സമുച്ചയം ചെയ്യാനുള്ള ഇച്ഛ കൊണ്ട് കേവല വിദ്വാനെയും കേവല അവിദ്വാനെയും നിന്ദിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ടീക്ക നോക്കുക. കഴിഞ്ഞ പേജിൽ 32ാം പേജിലെ ടീക്കയിലാണ് തുടങ്ങുന്നത്. അന്ധം തമ ഇത്യാദോത്തു സമുച്ചിചീഷയ അവിദ്യുതാദി നിന്ദാ ദൃശ്യത. ഇവിടെ ഇപ്പോൾ അന്ധം തമ പ്രതിസന്ധി ഏ വിദ്യാം ഉപാസത എന്നുള്ള മന്ത്രത്തില് സമുച്ചയം നടത്താനുള്ള ഇച്ഛ കൊണ്ട് സമുച്ചിചീഷ അതിന്റെ തൃതീയാന്തമാണ് സമുച്ചിചീഷയ. സമുച്ചയം നടത്താനുള്ള ഇച്ഛ എന്ത് പറയും? സമുച്ചിചീഷ. ഗമിക്കാനുള്ള ഇച്ഛ എന്ത് പറയും? ജിഗമിഷ. അങ്ങനെ ഇതുണ്ടാകും. അതായത് സംസ്കൃതത്തില് ഇങ്ങനെ രൂപം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം സമുച്ചയം നടത്താനുള്ള ഇച്ഛ കൊണ്ട് അവിദ്വദാദി, ആദിപദം കൊണ്ട് വിദ്വാനെയും, എന്താ പറയുക, കേവല ഉപാസകനെയും എടുത്തോളുക, കേവല കർമ്മിയെ എടുത്തോളുക. ഇവരുടെ 2 പേരുടെയും നിന്ദ ദൃശ്യത നിന്ദ കാണുന്നുണ്ട്. തതക്കും. അങ്ങനെ കാണുന്നത് കൊണ്ട് എന്ത് കിട്ടി? അതാഹ. ഇത് പൂർവപക്ഷിയുടെ ചോദ്യമാണ്. തതക്കും അതുകൊണ്ട് എന്താണ്? അപ്പൊ അതിന് ഉത്തരം പറയുന്ന സിദ്ധാന്തി അതാഹ. അതിന്റെ കാര്യം പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഭാഷ്യം കാണ്, 2ാം പങ്ക്തി 33ാം പേജിന്റെ. തത്രച്ച യസ്യ യേന സമുച്ചയ സംഭവതി ന്യായതഃ ശാസ്ത്രതോ വാ തദിഹോച്യത്തെ. തത്ര ടിപ്പണി 3 കണ്ടോ? അവിദ്വദാദി നിന്ദായാഹ സമുച്ചയ വിദ്യാർത്ഥത്വേ സതി. അവിദ്വാന്റെയും വിദ്വാനിന്റെയും നിന്ദ സമുച്ചയം വിധിക്കാനായിട്ടാണ് എന്നിരിക്കെ. ഇതിനെയാണ് തത്ര തഥാച സതി എന്നുള്ള അർത്ഥത്തിലാണ് തത്ര എന്ന് വന്നത്. സമുച്ചയം ചെയ്യണമെന്നിരിക്കെ അപ്പൊ എവിടെ ഏതിന്റെ സമുച്ചയം നടത്തും? യസ്യ ഏതിനാണോ, ഏന ഏതിനോടുകൂടി സമുച്ചയ സംഭവതി സമുച്ചയം സംഭവിക്കുന്നുവോ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ന്യായതഃ ശാസ്ത്രതോവ.
അവിടെ സമുച്ചയം വരുത്തണമെങ്കിൽ ന്യായം വേണം. അതായത് പൂർവപക്ഷി പറയാൻ ഉദ്ദേശിക്കുന്നത് വേദാന്ത വാക്യജന്യ ജ്ഞാനത്തിന് കർമ്മമായിട്ട് സമുച്ചയം വേണം. അതായത് ജ്ഞാനിയായി കഴിഞ്ഞാലും കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ ഫലം കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് പൂർവപക്ഷിയുടെ സമ്മതം. എന്തുകൊണ്ടാ? രണ്ടാമത്തെ ശ്രുതിയിൽ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ജിജീവിഷേ ചതകും സമാഹ, 100 വർഷം ജീവിക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ പോലും അതെങ്ങനെ ഉണ്ടായിരിക്കണം എന്നാ? കർമ്മപൂർവ്വന്നേവാന്ന, കർമ്മം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം. ആയ സ്ഥിതിക്ക് ഇത് ഈ നിയമം സാമാന്യമല്ലേ? ഇപ്പം ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയാണെങ്കിലും നിയമം സാമാന്യമായ സ്ഥിതിക്ക് ജ്ഞാനിക്കും ജീവിതാവസാനം വരെ കർമ്മം ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് പൂർവപക്ഷിയുടെ ആക്ഷേപം. സിദ്ധാന്തി എന്താ മാനിക്കുന്നത്? ജ്ഞാനത്തോടുകൂടി ആ ജ്ഞാനിയിലെ കർത്തൃത്വം നഷ്ടപ്പെട്ടു പോകുന്നതിനാൽ പിന്നെ കർമ്മം ചെയ്യാൻ ഒരാൾ അവിടെ ഉണ്ടാകത്തില്ല. പിന്നെ അദ്ദേഹം എങ്ങനെ കർമ്മം ചെയ്യുക? ഒന്ന്. രണ്ടാമത്തത്, ജ്ഞാനം ഉത്പന്നമാവുന്ന വേളയിൽ തന്നെ അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ട് കൈവല്യം എന്നുള്ള ഫലം കൊടുത്തിരിക്കുന്നു എന്നുള്ള സ്ഥിതിക്ക് കാലാന്തരമായിട്ട് കിട്ടേണ്ട ഒരു ഫലം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കാലാന്തര ഫലം കിട്ടുന്നിടത്ത് എപ്രകാരം സമുച്ചയം നടക്കുന്നുവോ, ദൃഷ്ടാന്തം പറയാൻ ഇതേപോലൊരു സമുച്ചയം ഇവിടെ സിദ്ധമാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ന്യായത ഒന്ന്. രണ്ടാമത്തെ എന്താ? ശാസ്ത്രത, ശാസ്ത്രത്താലും ന്യായത്താലുമുള്ള സമുച്ചയം എവിടെ സംഭവിക്കാമോ തദിഹ ഉച്ചതേ, ആ കാര്യത്തെ നമ്മൾ ഇവിടെ പറയുന്നു. ഇതിന് വിശദീകരണം കൊടുക്കുകയാണെന്ന് അർത്ഥം. ഇനി ടീക്ക കാണു. കശ്യ തർഹി ജ്ഞാനസ്യ കർമ്മസമുച്ചയ സംഭവതി. ഇതിന്റെയൊക്കെ 5, 6 ടിപ്പണി കണ്ടോ? കസ്യേതി, അതായത് ടിപ്പണി കൂട്ടത്തിന്റെ മധ്യത്തിലാണ് ഉണ്ടാവുക. അത് 5ാം നമ്പർ ടിപ്പണിയിൽ ആത്മൈകത്വ വിജ്ഞാന ഉപാസനയോഹോ കതരസ്യത്യർത്ഥ. ഒന്ന് ആത്മൈകത്വ വിജ്ഞാനം, രണ്ടാമത്തത് ഉപാസന. തയോഹോ ആത്മൈകത്വ വിജ്ഞാന ഉപാസനയോഹോ, ആത്മൈകത്വ വിജ്ഞാന ഉപാസനങ്ങളിൽ വെച്ചിട്ട് സപ്തമി ദ്വിവചനമാണ്. ठीक है, അവയില് കതരസ്യ ഏതിൻ്റെതാകുന്നു? അവയിൽ വെച്ചിട്ട് ഏതിന്റെ സമുച്ചയമാണ്? ഏതുമായിട്ട്? കർമ്മമായിട്ട് സമുച്ചയം നടത്തേണ്ടത് ആത്മേകത്വ വിജ്ഞാനത്തിനാണോ അഥവാ ഉപാസനയ്ക്കാണോ? കശ്യതർഹി ജ്ഞാനത്തെ സമുച്ചയ, ഏതിൻ ജ്ഞാനത്തിന്റെ സമുച്ചയമാണ്? ജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് എന്താ? ബ്രഹ്മവിദ്യാവാം അഥവാ ഉപാസനയാവാം. അവയിൽ ഏതിനെയാണ് നമ്മൾ കർമ്മമായിട്ട് സമുച്ചയിക്കുന്നത് എന്നർത്ഥം. ഇതി ഇവിടം വരെ ചോദ്യമാണ്. കസ്യ തർഹി ജ്ഞാനസ്യ കർമ്മ സമുച്ചയ സംഭവതി. അതിന് ഉത്തരം പറയാണ് ഭാഷ്യം കണ്ടോ. യത് ദൈവം വിത്തം ദേവതാവിഷയം ജ്ഞാനം തത് കർമ്മസംബന്ധിത്വേന ഉപന്യസ്തം ന പരമാത്മജ്ഞാനം. യത് ദൈവം വിത്തം, ദൈവവിത്തത്തിന്റെ അർത്ഥം എന്താ? ഉപാസന. ഇതിനെയാണ് മുന്നോട്ട് പറയുന്നത് ദേവതാ വിഷയം ജ്ഞാനം. ദേവതയെ വിഷയീകരിക്കുന്ന ജ്ഞാനം ഉണ്ടാവുമോ? ഇതിനർത്ഥം ദേവതയുടെ ഉപാസന നടന്നിട്ട് ദേവതയുടെ രൂപത്തെ അപരോക്ഷീകരിച്ചു എന്നുള്ള അർത്ഥമൊന്നുമില്ല ഇവിടെ. ठीक है, നിങ്ങളുടെ കേരളക്കാർക്ക് ആദ്യം ഉപാസന നടത്തണം, എന്നിട്ട് മയിലിന്റെ പുറത്തും പോത്തിന്റെ പുറത്തും ദേവത വന്നു വരും, ദേവതയുടെ അനുഗ്രഹം ഉണ്ടാവും, എന്നിട്ട് ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറെ കഥകളിൽ വീണുപോയിരിക്കുന്ന ബാല്യമാണ്, പകച്ചുപോയ ബാല്യങ്ങളാണ്. എത്ര നന്നായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും എവിടെ കയറാണ്? പഴയ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൂടിപ്പോയതിന്റെ തകരാറാണ്. അതായത് ഉപാസന വേണ്ട എന്നല്ല, ഉപാസന ചെയ്തോ എന്നേ ഉള്ളൂ. ഉപാസന ചെയ്യണം എന്ന് ഒരിക്കലും ശാസ്ത്രത്തിൽ പറയത്തില്ല. കാരണം ഉപാസനയുടെ ഫലം എന്താ? ലോകമാണ്. അല്ല, നിങ്ങൾ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ടല്ലോ തസ്മാത് മുമുക്ഷുഹു ദേവത ആരാധന പരോഭവേത് എന്നുള്ളത്. അത് ശരിയാണ്, ദേവത ആരാധന എന്നുള്ളത് കൊണ്ട് ഉപാസന എന്നർത്ഥമൊന്നുമില്ല. ദേവതയുടെ ആരാധന ഉപാസനയും ആവാന്നേ ഉള്ളൂ. പക്ഷെ ഉപാസന ചെയ്യുമ്പോൾ പോലും മനസ്സിലാക്കണം, ഉപാസന നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുകയല്ല. ഉപാസന അന്ധകരണത്തിന്റെ ശുദ്ധിക്കും ദേവതാകൃപയ്ക്കും മാത്രമേ കാരണമാകത്തുള്ളൂ. നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് ശബ്ദം എന്നുള്ള പ്രമാണമാണ്. അപ്പൊ ശബ്ദം എന്നുള്ള പ്രമാണം ഒഴിച്ചിട്ട് ഉപാസനയിൽ നിന്നാൽ ഉപാസന ഫലം തരത്തില്ല. ഇനി ഇവിടെ ഉപാസനയുടെ തന്നെ ആവശ്യമില്ല. ദേവതാ കാണ്ഡം എന്നുള്ളത് കൊടുക്കൽ വാങ്ങൽ സ്ഥലമാണ്. ठीक है, ദേവതയ്ക്ക് ഭോഗ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ദേവത തൃപ്തയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രതിബന്ധകനായിട്ട് ദേവത ഇരിക്കത്തില്ല. അവിടെയാണ് പ്രസംഗം. ദേവതകള് മനുഷ്യന്മാരുടെ ഉപരിവർത്തനം ആഗ്രഹിക്കാത്തത് കൊണ്ട്
വേദാന്ത പഠനത്തിലൂടെ ഒരു ജീവൻ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കും ദേവത. കാരണം ദേവതയെ സംബന്ധിച്ച് മനുഷ്യൻ പശുസമാനനാണ്. കാരണം ആ ദേവതകളുടെ ഭോഗം കൊടുക്കേണ്ടവനാണ് മനുഷ്യൻ. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ ദേവതയ്ക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ല. ദേവതകൾ അത്രയൊന്നും ഡീസന്റ് അല്ലെന്ന് മനസ്സിലാക്കുക. അതായത് ഒരാളെ വിട്ടു പോകാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അന്ധകരണ ശുദ്ധിയുടെ കാര്യമാണോ? അതൊക്കെ തലയോറിനൊരു കാര്യമൊന്നുമില്ല. ഇതിന്റെ രീതി മനസ്സിലാക്കുക, എന്താ പറയുന്നതെന്നുള്ളത്. ഇത് മനസ്സിലാക്കാൻ ശേഷിയില്ലെങ്കിൽ ഒരു കയ്യിൽ മണിയും ഒരു കയ്യിൽ കൊടിവിളക്കായിട്ട് ഇറങ്ങിക്കൊള്ളുക. ठीक ദൈവം വിത്തം അർത്ഥം പറയാണ് ദേവതാ വിഷയം ജ്ഞാനം. തത് കർമ്മസംബന്ധിത്വേന ഉപന്യസം. കിം തത് ജ്ഞാനം ഉപാസനം കർമ്മസംബന്ധിയുടെ രൂപത്തിലാണ് വിവക്ഷ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ 4 നമ്പർ ടിപ്പണി കാണു. കർമ്മ സംബന്ധിത്വേന ഉപന്യസ്തമിതി കർമ്മണ സമുച്ചയതവ്യത്വേന യ വിദ്യായാകും രഥാഹ ഇത്യാദോ വിദ്യാശബ്ദേന വിവക്ഷിതത്വാദിതി യാവത്. അന്വയിക്കേണ്ടത് കർമ്മണ സമുച്ചയതവ്യത്വേന വിവക്ഷിതം എന്ന് മതി നമുക്ക്. ബാക്കിയുള്ള പ്രമാണം കാണിച്ചതാണ്. കർമ്മ സംബന്ധിത്വേന ഉപന്യസ്തം എന്നുള്ളതിന്റെ അർത്ഥം എന്താ? കർമ്മവുമായിട്ട് സമുച്ചയനം നടത്തണം എന്നുള്ള രീതിയിൽ വിവക്ഷ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതിനെയാ? ജ്ഞാനമാകുന്നു. അജ്ഞാനത്തിന്റെ അർത്ഥം എന്താ? ദേവതാ വിഷയം ജ്ഞാനമാകുന്നു, ഒരു ഉപാസനയാകുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അതാണ് ഇടയ്ക്ക് പറഞ്ഞത് യ വിദ്യായാകും രഥാഹ ഇത്യാദോ വിദ്യാശബ്ദേന വിവക്ഷിതത്വാത്. ആരാണോ വിദ്യയിൽ രഥന്മാരായിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉപാസകന്മാരായിരിക്കുന്നത് എന്ന് വിദ്യാശബ്ദം വന്നതുകൊണ്ട് നമ്മൾക്ക് വിദ്യാശബ്ദത്താൽ ഉപാസനയെ മനസ്സിലാക്കിക്കൊള്ളുന്ന അർത്ഥം. വിദ്യായാം രഥാഹ എന്നുള്ള മന്ത്രം എവിടെയുള്ളത്? നിങ്ങൾ 9ാം മന്ത്രത്തിന്റെ ഭാഗമാണ്. തതോ ഭൂയ ഇവത്തമോ വിദ്യായാകും രഥാഹ. ആരാണോ വിദ്യയിൽ രഥന്മാരായിരിക്കുന്നത്. ഇത് മൊത്തം ക്ലിയർ കട്ട് ഐഡിയ ഒന്നും ടിപ്പണിയിൽ ഇല്ല. ഇതിന് മനസ്സിലാക്കേണ്ടത് ഇവിടെ വിദ്യായാകും രഥാഹ എന്നും പറഞ്ഞ് വിദ്യയെ നിഷേധിക്കുകയും അടുത്ത മന്ത്രത്തിൽ വിദ്യയുടെ ഫലമായിരിക്കുന്ന ഹിരണ്യഗർഭലോകം പറയുകയും ചെയ്ത സ്ഥിതിക്ക് നിഷേധം എന്നുള്ളത് കേവല നിഷേധത്തിന് ആവത്തില്ല. ഓക്കെ. പിന്നെ ഫലം പറയുമ്പോൾ അത് ഹിരണ്യഗർഭ ലോകമാണ് എന്നുള്ളതിനാൽ അത് ജ്ഞാനത്തിന്റെ ഫലമല്ല, മറിച്ച് ഉപാസനയുടെ ഫലമാണ്. ആയതിനാൽ സമുച്ചയം പറയുമ്പോൾ ഉപാസനയായിട്ട് സമുച്ചയം നടത്താൻ വേണ്ടിയാണെന്ന് മനസ്സിലായിക്കോളൂ. ठीक അതുകൊണ്ട് പറഞ്ഞത് ഇത്രയും സിമ്പിൾ ഒന്നല്ല. ഇനി മുന്നോട്ട് പോകുന്ന ഭാഗവും ജ്ഞാനകാന്ഡം പോലെ തന്നെ കട്ടിയായിരിക്കും. ഇനി നമ്മള് ഭാഷ്യം തന്നെ. തത് കർമ്മസംബന്ധത്തിന് ഉപന്യസ്തം എന്ന പരമാത്മജ്ഞാനം. പരമാത്മവിദ്യ എന്നുള്ള അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി അല്ല കർമ്മവുമായിട്ട് സംബന്ധിക്കാൻ വേണ്ടിയിട്ട് വിവക്ഷ നടത്തിയത്, മറിച്ച് ദേവതാ വിഷയ ജ്ഞാനത്തെയാണ് കർമ്മസംബന്ധിയായിട്ട് വിവക്ഷ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. ഇനി നമ്മൾ ടീക്ക നോക്കിയോ. എച്ച ഉക്തം ഭാസ്കരേണ. ഭാസ്കരനാൽ നിങ്ങൾ ഇതിന്റെ ഒരു ടിപ്പണി 7 നോക്കിയേ. ഇതൊരു വേറൊരു കാര്യം പറഞ്ഞുതരാം. ന്യായതഃ ശാസ്ത്രതവോ ഇത്യേതത് വിപരീതു കാമോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭാഷ്യത്തില് ന്യായത്താലും ശാസ്ത്രത്താലും ഏതിനോട് സമുച്ചയം ചെയ്യാൻ പറ്റുമോ അതിനെ നമ്മൾ പറയുന്നു എന്ന്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ വിപരീതു കാമോ വിപരീതം കാമോ യസ്യസ വിപരീത കാമഹ വിവരിക്കാൻ ഇച്ഛിക്കുന്ന ആള് ഭാസ്കരമേവ അങ്കാരാപക്ഷയണം കരോതി ശാകല്യമിവ. ഇത് ശാകല്യ പ്രശ്നം നിങ്ങൾക്ക് ബൃഹദാരണ്യത്തിലാ കാണുക. അങ്കാരം എന്ന് പറയുന്ന അർത്ഥം കണല്. അങ്കാരാപക്ഷയണം കണലിൽ പിടിപ്പിക്കുക. അതായത് നമ്മളെ നാട്ടിലെ പൊടില് വെച്ചിട്ടാണ് കണലെടുത്ത് മാറ്റി വെക്കുന്നത്. പക്കട എന്ന് പറയും ഹിന്ദിയിൽ. ഈ രീതിയിലാക്കുകയാണ് ആരെ? ശാകല്യനെ. ശാകല്യൻ ചോദിച്ച് അവസാനം ശാകല്യന്റെ മൂർധ പോലും തെറിച്ചു പോകുന്നുണ്ട്, തല പോലും തെറിച്ചു പോകുന്നുണ്ട്. ശാകല്യന്റെ മൂർധാ പതനത്തെ കുറിച്ച് നിങ്ങൾക്ക് ബൃഹദാരണ്യത്തിലെ 3ാം അധ്യായത്തിൽ അല്ലെ 1ാം അധ്യായത്തിൽ മറ്റേ കാണാം. 1ാം അധ്യായം 1ലാണ്. അതേപോലെ അങ്കാരാവക്ഷയണം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് കണലെടുപ്പിക്കുന്ന പരിപാടിയാക്കുന്നുണ്ട്. ഇതേപോലെയാണ് ഭാസ്കരന്റെ കാര്യത്തിൽ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ടിപ്പണികാരൻ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രം. ഞാനത് എടുക്കാൻ കാരണം ഇങ്ങനെയും ബൃഹദാരണ്യത്തിൽ ഒരു കഥനം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്, പണ്ട് പഠിച്ച ആൾക്കാർക്ക് ഓർമ്മ വരുത്താൻ. ഇനി നിങ്ങൾ ടീക്ക തന്നെ നോക്കൂ. എച്ച ഉക്തം ഭാസ്കരേണ. ഏതെന്നാണോ ഭാസ്കരനാൽ പറയപ്പെട്ടത്. എന്താ പറഞ്ഞത്? ഈശാവാസ്യം ഇതി മന്ത്രേ ബ്രഹ്മവിദ്യായ പ്രക്രാന്തത്വാത് തസ്യാ ഏവ സമുച്ചിചീഷയാ നിന്ദ ഉച്യതേ ഇതി തദസത്.
ഏതെന്നാണോ ഭാസ്കരനാൽ പറയപ്പെട്ടത്, എന്താ പറഞ്ഞത്? ഈശാവാസ്യം എന്നുള്ള മന്ത്രത്തിൽ, എന്ന് തുടങ്ങുന്ന മന്ത്രത്തില് ബ്രഹ്മവിദ്യായാഹ പ്രക്രാന്തത്വാത്, ബ്രഹ്മവിദ്യ പ്രകർഷണ ക്രാന്തം ആരബ്ധം, ബ്രഹ്മവിദ്യയാണ് ആരംഭിച്ചത് എന്നുള്ളതിനാൽ തസ്യാഹ ബ്രഹ്മവിദ്യാഹ ഏവ സമുച്ചിതീഷയ, ആ ബ്രഹ്മവിദ്യയെ സമുച്ചയം നടത്താനുള്ള ഇച്ഛ കൊണ്ടാണ് നിന്ദ ചെയ്തിരിക്കുന്നത്. ഇതെവിടെയാ നിന്ദ ചെയ്തിരിക്കുന്നത്? ആരെങ്കിലും എന്ന് പറഞ്ഞേ, ഏത് മന്ത്രത്തിലാ നിന്ദ കാണുന്നേ? 9ാം മന്ത്രത്തിൽ തന്നെയല്ലേ സ്വാമിജി? അങ്ങനെ 9ാം മന്ത്രത്തിൽ തന്നെയല്ലേ? അത് തന്നെ 9ാം മന്ത്രത്തില്. ആൾക്കാരെന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചതാണ്. ഒരു ടൈം പാസിന് വന്നിരിക്കുന്നതാണോ, അല്ല ഹിരണ്യഗർഭ ലോകം പോകാനുള്ള ടിക്കറ്റ് ഇതിലൂടെ കിട്ടുമെന്ന് അന്വേഷിക്കാവുന്നതാണോ, അല്ല കാര്യമായിട്ട് പഠിക്കാമെന്നതാണോ? നിങ്ങൾക്ക് ഇതെന്താ തോന്നുന്നത്? അത് ഓരോരുത്തരും വിലയിരുത്തുക, എന്തിനാണ് ഞങ്ങൾ ഈ വന്നിരിക്കുന്നത്? കിട്ടുന്ന സമയം നമ്മൾ പഠിച്ചില്ലെങ്കിലേ നമ്മൾക്ക് ഇനിയും ജന്മം കിട്ടുന്ന നേരം നമ്മുടെ വാസനകൾ മുഖ്യ കാരണമാണ്. ക്ലാസ് കയറിയിട്ട് പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇനി ആ വാസനയായിട്ട് ചത്ത് ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാകത്തുള്ളൂ. കർമ്മിയായി ജനിക്കുന്നു, ഉപാസകനായി ജനിക്കുന്നു പറഞ്ഞ പോലെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾ ഇതേപോലെ തന്നെ ജനിക്കേണ്ടി വരും. അപ്പോൾ ഭാസ്കരന്റെ അഭിപ്രായം എന്താണ്? ഈ ഉപനിഷത്തില് ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന സ്ഥലത്ത് ബ്രഹ്മവിദ്യയാണ് തുടങ്ങിയത് എന്നുള്ളതിനാല് ഇനി നിങ്ങൾ സമുച്ചയം നടത്താനുള്ള ഇച്ഛ കൊണ്ട് നിന്ദ ചെയ്തല്ലോ. ഇതിന്റെ അർത്ഥം എന്താ? നിന്ദ ചെയ്തത് പോലും സമുച്ചയം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സമുച്ചയത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന നിന്ദ എന്തിനു വേണ്ടിയിട്ടാ? ബ്രഹ്മവിദ്യ സമുച്ചയം നടത്താൻ വേണ്ടിയാകുന്നു. തസ്യാവ സമുച്ചയീഷയ നിന്ദ ഉച്ചതേ. നിന്ദിതും ന പ്രവർത്തതേ അഭിധ വിധേയം സ്തോതും എന്നാണ്. നിന്ദ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന വസ്തുവിനെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല പ്രവൃത്തമായത്, മറിച്ച് മറ്റേതോ വസ്തുവിന് വിധാനം നടത്താനാണ്. അന്നപ്പോൾ സമുച്ചയ വിധാനം നടത്താനായിട്ട് ഏകൈക കാര്യങ്ങളെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ കേവല ഉപാസനയും ചെയ്യാൻ പാടില്ല, കേവല കർമ്മവും ചെയ്യാൻ പാടില്ല. പിന്നെയോ കർമ്മസഹിത ഉപാസനയാണ് ചെയ്യേണ്ടത്. പക്ഷെ ആ സ്ഥലത്താണ് ഭാസ്കരന്റെ അഭിപ്രായം എടുത്തു പറഞ്ഞത്, ഈ ജ്ഞാനസഹിത കർമ്മത്തെ വിധാനം നടത്താൻ വേണ്ടിയിട്ട് കേവല കർമ്മത്തെയും കേവല ജ്ഞാനത്തെയും നിഷേധിച്ചു. അന്നപ്പോൾ അവിടെ നിന്ദ ചെയ്തിരിക്കുന്നത് സമുച്ചയത്തിന് വേണ്ടിയാണ്. പക്ഷെ സമുച്ചയം ഏതുമായിട്ടാണ് ഭാസ്കരൻ പറയുന്നത്? പരമാത്മജ്ഞാനത്തിന്. ആരുടെ അഭിപ്രായമാണിത്? ഭാസ്കരന്റെ. ശരിക്കേ, വേദാന്തിയുടെ അഭിപ്രായം എന്താണ്? സമുച്ചയം ഉണ്ടെന്നാണോ? പറഞ്ഞോ. ജ്ഞാനത്തോടു കൂടിയുള്ള, അല്ല കർമ്മത്തോടു കൂടിയുള്ള ജ്ഞാനം. എന്ത് കാരണമാണോ? കർമ്മം അന്ധകരണ ശുദ്ധിക്ക് കാരണം, ജ്ഞാനം മോക്ഷത്തിന് കാരണം. ജ്ഞാനം കർമ്മത്തെ അപേക്ഷിച്ചിട്ടല്ല മോക്ഷം കൊടുക്കുന്നത്, അതുകൊണ്ട് സമുച്ചയം ആവശ്യമില്ല എന്ന് വേദാന്തി. എന്നാൽ പരമ്പരയാൽ സമുച്ചയം വേദാന്തി മാനിക്കുന്നുണ്ട്. ആ പ്രസംഗം ഇവിടെ ഇല്ല. അതായത് ആദ്യം രണ്ട് രീതിയിൽ സമുച്ചയം പല രീതിയിലുണ്ട്. രണ്ട് മെയിൻ ആയിട്ട്, ക്രമസമുച്ചയം, സമസമുച്ചയം. സമസമുച്ചയത്തിൽ തന്നെ മാറ്റി മറിച്ചുകൂടാ. ക്രമസമുച്ചയം മാറ്റി മറിച്ചുകൂടാ. അതായത് ആദ്യം കർമ്മം പിന്നെ ജ്ഞാനം. ഈ ക്രമം വേദാന്തി മാനിക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം ജ്ഞാനം അല്ലെങ്കിൽ ആദ്യം കർമ്മം പിന്നെ ജ്ഞാനം പിന്നെയും കർമ്മം, ഇത് സംബന്ധിച്ച് തരത്തില്ല. അതായത് ജ്ഞാനാനന്തരവും കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാല് കർമ്മം രണ്ടാമതാ വന്ന് കയറുന്നത്. എന്നാൽ ഇവന് പൂർവ്വത്തിൽ കർമ്മം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ വിഷയമാവുന്നില്ല. ജ്ഞാനാനന്തരവും കർമ്മം ചെയ്യുക, ഇതാണ് പൂർവപക്ഷിയുടെ അഭിപ്രായം. ഓക്കെ, പക്ഷെ അവിടെ പൂർവപക്ഷിക്ക് പോലും കർമ്മം ഗൗണവും ജ്ഞാനം മുഖ്യവുമായിട്ടാണ് നിൽക്കുക. എന്ന് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട്. ഇനി സമസമുച്ചയം എന്ന് പറഞ്ഞാല് ജ്ഞാനവും കർമ്മവും സമപ്രധാനമായിക്കൊണ്ട് ഫലത്തെ കൊടുക്കുക, അതും മാനിക്കത്തില്ല. കർമ്മം ഗൗണമായിട്ട് ജ്ഞാനം മുഖ്യമായിട്ട് ജ്ഞാനകർമ്മ സമുച്ചയം, അതും മാനിക്കത്തില്ല സിദ്ധാന്തം. ഫലം കൊടുക്കാൻ കേവലം ജ്ഞാനം മാത്രം കാരണം, ജ്ഞാനോത്പത്തിക്ക് കർമ്മവും കാരണം. അതുകൊണ്ട് ക്രമസമുച്ചയത്തില് ആദ്യം കർമ്മം പിന്നെ ജ്ഞാനം എന്നുള്ള ക്രമം സിദ്ധാന്തി മാനിക്കും. ആരെങ്കിലും ഒന്ന് പറഞ്ഞത് ഇതിന്റെ ക്രമം ഒന്ന്, ഇത്രയും പറഞ്ഞ സാധനം? ആദ്യം കർമ്മം പിന്നെ ജ്ഞാനം വേദാന്തി പറയുന്നത്.
സംശയത്തിൽ ആദ്യം കർമ്മം, പിന്നെ ജ്ഞാനം, വീണ്ടും കർമ്മം. ജ്ഞാനം കിട്ടിയിട്ടും കർമ്മം എന്ന് പൂർവപക്ഷം. ആ അവിടെ ആദ്യം എന്നുള്ളത് പ്രശ്നമാക്കണ്ട. കർമ്മത്തെ ജ്ഞാനം പിന്നെ കർമ്മം അത് മാത്രം മതിയല്ലോ. പിന്നെന്താ മൂന്നാമത്തെ? അതായത് ജ്ഞാന കർമ്മ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇനി വിവേകം ചെയ്യുന്നത്. അതായത് സമപ്രധാനമായിരിക്കുന്ന ജ്ഞാനകർമ്മങ്ങളാണോ അതല്ല കർമ്മപ്രധാനം ജ്ഞാനം ഗൗണം, ഒന്ന് ജ്ഞാനം പ്രധാനം കർമ്മം ഗൗണം, ഇങ്ങനെ മൂന്നെണ്ണം വന്നു. ഇതൊന്നും മാനിക്കത്തില്ല. കാരണം സമുച്ചയം മാനിക്കത്തേയില്ല. ക്രമസമുച്ചയം മാനിക്കാം, സമസമുച്ചയം ഒരു കണക്കിന് മാനിക്കത്തില്ല. സമസമുച്ചയം എങ്ങനെ വരാം? രണ്ടും പ്രധാനമായിക്കൊണ്ട് സമുച്ചയം വരാം. ഒന്ന് ഗൗണമായിട്ട്, അതായത് ഒന്ന് ഗൗണമായിട്ട് മറ്റൊന്ന് പ്രധാനമാവാം, മറ്റൊന്ന് ഗൗണമായിട്ട് ആദ്യത്തേത് പ്രധാനമാവാം. ഇതെല്ലാം നിഷേധിച്ചുകളെ. ഇനി നിങ്ങൾ ടീക്ക പോവാണ്. തദസത്, ഈ പറഞ്ഞത് ശരിയല്ല. നെഹി പ്രകൃതമിത്യേതാവത സമ്പദ്ധ്യതേ, ഒരു പ്രകരണത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പരസ്പരം സംബന്ധം നേരിടത്തില്ല. ശരിക്കും ഈ പ്രകൃതം എന്നുള്ളത് മാനിച്ചുകൊണ്ട് പറയാണ്. ശരിക്കും അവിടെ രണ്ട് പ്രകരണമാണ്. ഒന്ന് ജ്ഞാനകണ്ഠം, രണ്ടാമത്തത് ഉപാസന കർമ്മം അല്ലെങ്കിൽ ഉപാസന. ഇങ്ങനെയാണ് മാറുന്നത്. പക്ഷെ ഇതിനെ എല്ലാറ്റിനെയും എടുത്തിട്ട് ഒരു പ്രകരണമാക്കി സംസാരിച്ചാൽ പറയാണ് പ്രകൃതം എന്നുള്ളത് കൊണ്ട് മാത്രം, പ്രകരണത്തിൽ ഒരൊറ്റ ഗ്രന്ഥത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പരസ്പര സംബന്ധം പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? ഇത് യോഗ്യത ഇല്ലാത്തത് കൊണ്ട്. പിന്നെ എപ്പോഴാണ് സംബന്ധം പറയാൻ പറ്റുക? കിന്തു സംബന്ധയോഗ്യം, സംബന്ധം നടത്താൻ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ പരസ്പരം സംബന്ധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി എന്താ നോക്കേണ്ടത്? ഏതിന് ഏതുമായിട്ട് സംബന്ധിക്കാൻ യോഗ്യത ഉണ്ടെന്ന് നോക്കാം. ശുദ്ധ ബ്രഹ്മാത്മേകത്വ വിദ്യായാസ്തു കർത്തൃത്വാദി അധ്യാസ ഉപമർദ്ദകത്വാത് നാസ്തി കർമ്മ സംബന്ധ യോഗ്യത. ശുദ്ധബ്രഹ്മ ഈശ്വരനല്ലേ? അല്ല. അപ്പൊ ഈശ്വരൻ ശുദ്ധബ്രഹ്മത്തിൽ ഭിന്നമാണോ? അല്ല. നോക്ക്, ചോദ്യം വളരെ ശ്രദ്ധിച്ചോ. അങ്ങനെയൊന്നും വേദാന്തം തലയിൽ കയറത്തില്ല കുട്ടികളെ. ശുദ്ധബ്രഹ്മം ഈശ്വരനിൽ നിന്ന് ഭിന്നമാണ്, ഈശ്വരൻ ശുദ്ധബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല. എന്താ മനസ്സിലായത്? ദൃഷ്ടാന്തം പറ ആരെങ്കിലും ഇതിന് കണക്കാക്കിയിട്ട്. ശുദ്ധബ്രഹ്മം ഈശ്വരനിൽ നിന്ന് ഭിന്നമാണ്, ഈശ്വരൻ ശുദ്ധബ്രഹ്മത്തിൽ ഭിന്നമല്ല. ഓക്കെ, സേവ ചെയ്യും, ഉപാസന ചെയ്യും. പണ്ട് രാമാനന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമി ഉണ്ടായിരുന്നു. ഇത് പറയാതിരിക്കുന്നത് അത്ര ശരിയല്ലല്ലോ. അതായത് ഓങ്കാരേശ്വരില് ഇങ്ങനെ പണ്ട് ഹരിദ്വാറിൽ വന്ന സമയത്ത് നടന്ന സംഭവം. ഞങ്ങള് ഋഷികേശ് പഠിക്കുകയാണ്. അപ്പൊ നമ്മളെ കൂടെയുള്ള ഒരാള് ഇങ്ങനെയുടെ വലിയൊരു പ്രൊമോട്ടറാണ്, PR വർക്കാണ്. അങ്ങനെ ഇവർക്ക് മാത്രം എന്തോ വലിയ സംഭവം എന്നൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം പോയി നോക്കണ്ട എന്താ സംഭവം നടക്കുന്നതെന്ന്. അപ്പൊ ഒരു സന്യാസി ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ സന്യാസി ചോദ്യം ചോദിച്ച സമയത്ത് ഈ കക്ഷി ഉത്തരം പറയാ എന്താന്നോ? ഉപാസന നഹി തോ കൈസ സമജ് മേ ആയേഗ ഏന ശർമാജി. അങ്ങനെയുണ്ട് പരിപാടി. ശർമാജിയെ മുന്നിൽ വെച്ചിട്ട് യുദ്ധം നയിക്കുകയാണ്. അതെന്താ പറയുന്നത്? ഉപാസന ഇല്ലെങ്കിൽ എന്ത് മനസ്സിലാവാനാ അല്ലേ? പിന്നെ ഇതിന്റെ ഒരു കാര്യം മനസ്സിലായോ? ശർമാജിയും ഞാനും ഉപാസകൻ, നീ സന്യാസി പൊട്ടൻ, മാറിക്കട. ഞങ്ങൾക്ക് മനസ്സിലാവും, നിനക്കൊന്നും മനസ്സിലാവില്ല. നിനക്ക് മനസ്സിലാവണമെങ്കിൽ നോക്കട്ടെ, ഞാൻ ഉപാസനയൊക്കെ പറഞ്ഞുതരാം. ജാതി നകളിപ്പ ഒന്നുമില്ല മക്കളെ. ഉപാസനയായിട്ട് യാതൊരു ഒന്നുമില്ല വേദാന്തം മനസ്സിലാക്കാം. അങ്ങനെയായിരുന്നെങ്കിൽ ഉപാസകന്മാരായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവണ്ടേ? പറ്റൂല. ഒന്ന്. രണ്ടാമത്തത്, ഉപാസന മിഥ്യാസ്ഥലമാണ്, ജ്ഞാനം കിട്ടണമെങ്കിൽ പ്രമാണം വേണം. രണ്ട്, പൂർവ്വജന്മത്തിനനുസരിച്ച് ഉപാസകന് ഒരിക്കലും വേദാന്ത വിചാരത്തിലേക്ക് കയറാൻ പറ്റത്തില്ല. അവൻ ഉപാസകനായിട്ട് മാത്രം മരിക്കാനായിട്ട് ജനിച്ചതാണ്. ഇനി സംക്ഷേപ ശാരീരികത്തിന്റെ ടീക്കയില് മധുസൂദന സരസ്വതികൾ പറയുന്നുണ്ട് ഉപാസകന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചിട്ട് കാര്യമില്ല. കാരണം മണ്ടാത്രയ്ക്കുള്ളത് അതുകൊണ്ട്. അന്നേരമാണ് കക്ഷി പറയുന്നത് ഉപാസന നഹി തോ ക്യാ സമജ് മേ ആയേഗാ. ഇതൊക്കെ എന്തിനാന്ന് പറയാലേ നിങ്ങൾക്ക് ബോധം നൽകേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ എനിക്ക് അങ്ങനോട് പേഴ്സണലായിട്ട് ഇങ്ങനത്തെ ആരോട് യാതൊരു വൈരാഗ്യവും ഇല്ല. വിഷയം വേദവിരുദ്ധമാവുമ്പോൾ നമ്മൾ കയറി പ്രശ്നം ഉണ്ടാവും. ശുദ്ധബ്രഹ്മവുമായിട്ടുള്ള ആത്മാവിന്റെ ഏകത്വത്തെയാണ് ശുദ്ധബ്രഹ്മാത്മ ഏകത്വം എന്ന് പറയുന്നത്. ഈ വിദ്യക്ക് വിദ്യായാസ്തു കർത്തൃത്വാദി അധ്യാസ ഉപമർദ്ദകത്വാത്. കർത്തൃത്വം ഭോക്തൃത്വം, അതായത് കർത്താവാണെങ്കിൽ അവൻ മാത്രമേ ഭോക്താവത്തുള്ളൂ.
ഇങ്ങനെയുള്ള കർത്തൃത്വവും ഭോക്തൃത്വവും എല്ലാം ജീവനിൽ അധ്യസിച്ചിരിക്കുകയാണ്. ഇല്ലാത്തൊരിടത്ത് ഇല്ലാത്ത വസ്തു ഉണ്ട് എന്ന് കൽപ്പിക്കുന്നതിനെയാണ് അധ്യാസം എന്ന് പറയുന്നത്. അധ്യാസോ നാമ അതസ്മിൻ തദ്ബുദ്ധിരിത്യ അബോചാമ എന്ന് നിങ്ങൾക്ക് ഇനി കുറച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിൽ കാണാം. അധ്യാസം എന്ന് പറഞ്ഞാൽ അതസ്മിൻ, അതില്ലാത്തടത്ത് അതുണ്ട് എന്നുള്ളൊരു ബുദ്ധിയും അതിന്റെ വിഷയവും എല്ലാം തന്നെ അധ്യാസമാണ്. അന്നപ്പോൾ കർത്തൃത്വാദികളെ അധ്യസിച്ചിട്ടില്ല എങ്കിൽ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കർത്ത എന്ന് ബോധം ഉള്ള ഒരാൾ മാത്രമേ കർമ്മം ചെയ്യത്തുള്ളൂ. എനിക്ക് ഈ കർമ്മം ചെയ്യണം, എനിക്ക് ഈ കർമ്മത്തിന്റെ ഭോഗം അനുഭവിക്കണം എന്ന് ബുദ്ധിയില്ലെങ്കിൽ ആരാണ് ദർശപൂർണമാസാദി യാഗങ്ങളിൽ ഇടപെടാൻ പോന്നേ? അതായത് ഞാൻ കർത്താവും ഭോക്താവും അല്ലാത്ത നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന പരമാത്മാവാണ് എന്നുള്ള ബോധമുള്ളവർക്ക് കർത്തൃത്വ ബുദ്ധി ഇല്ല എന്നുള്ളതിനാൽ പിന്നെ കർമ്മത്തിൽ ഇടപെടത്തില്ല എന്നുള്ളതിനെ കൊണ്ട് ജ്ഞാനത്തോടുകൂടി കർത്തൃത്വം നഷ്ടപ്പെട്ട വ്യക്തി പിന്നെ എങ്ങനെ കർമ്മം ചെയ്യുമെന്നാണ് ചോദ്യം. അപ്പം കിട്ടിയോ? കർത്തൃത്വാദി അധ്യാസത്തിന്റെ ഉപമർദ്ദകനാരാ? വിജ്ഞാനം, വിദ്യ ആയതുകൊണ്ട് നാസ്തി കർമ്മസംബന്ധ യോഗ്യത. കർമ്മസംബന്ധത്തിനുള്ള യോഗ്യത എവിടെയില്ല? ആത്മീകത്വ വിജ്ഞാനത്തിനില്ല. അതെന്തുകൊണ്ടാ? ഈ വിജ്ഞാനം ഉള്ളതോടുകൂടി കർത്തൃത്വം നഷ്ടപ്പെട്ടു. കർത്തൃത്വം നഷ്ടപ്പെട്ട കർമ്മമില്ല. പിന്നെ എങ്ങനെയാണ് കർമ്മത്തിന് ആത്മീകത്വ വിജ്ഞാനവുമായിട്ട് സംബന്ധം ചെയ്യാനുള്ള യോഗ്യത കിട്ടുന്നത്? കിഞ്ച മാത്രമല്ല, യസ്മിൻ നിഷ്പന്നേരി ഫലസ്യ വ്യവധാനം സംഭാവ്യത. ശ്രദ്ധിച്ചോ, ഏതൊന്ന് സമ്പന്നമായി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഫലം പെട്ടെന്ന് കിട്ടുന്നില്ല. കാലത്തിന്റെ വ്യവധാനം, കാലത്തിന്റെ കാത്തിരിപ്പ് ആവശ്യം വരുന്നത് തസ്യവ സഹകാരി സമുച്ചയ ഇഷ്യതി. അതിന് അന്യ സഹകാരി കാരണത്തിന്റെ സമുച്ചയം അപേക്ഷിക്കുന്നുണ്ട്. അതായത് ഉദാഹരണം പറയാണ്, ദർശാദേഹേ ദർശപൂർണമാസാഭ്യം വിജേത സ്വർഗകാമ എന്നുള്ള സ്ഥലത്ത് കർമ്മത്തിന്റെ പേരാണ് ദർശപൂർണമാസയാഗം എന്നുള്ളത്. ദർശം എന്ന് ഉദ്ദേശിച്ചത് അമാവാസി എന്നും പൂർണ്ണം എന്ന് ഉദ്ദേശിച്ചത് പൂർണിമാസ എന്നും. പക്ഷെ ദർശമാസത്തിലെ കർമ്മം ശരിക്കും നടത്തുക പൂർണിമയുടെ പ്രതിപദയ്ക്കും, പൗർണമാസ കർമ്മം നടത്തുക ദർശത്തിന്റെ അമാവാസിയുടെ പ്രതിപദയ്ക്കുമാണ്. അതിന് മുന്നേ കർമ്മത്തിന് വേണ്ട കാര്യങ്ങൾ സ്വരുക്കൂട്ടത്തേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം ദർശത്തിലും പൂർണ്ണത്തിലുമായിട്ട് 6 യാഗങ്ങൾ വരും. ആഗ്നേയം, അഗ്നിശോമയം, ഉപാംശു എന്ന് പൂർണിമാസയിലെ 3 യാഗവും, ആഗ്നേയം, ഐന്ദ്രം, ദരിഹി, ഐന്ദ്രം, പയഹ എന്നുള്ള 2 സാന്നായ യാഗങ്ങളും ചേർന്ന് 3 എണ്ണം ദർശമാസത്തിലും വരും. ഇങ്ങനെ പൂർണ്ണത്തിൽ 3, ദർശത്തിൽ 3, 3, 3, 6. ഇവയുടെ അംഗയാഗമാണ് പ്രയാജ അനുയാജാതി യാഗങ്ങൾ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ യാഗം സമ്പന്നമാകത്തില്ല. ഇനി ഇവിടുത്തെ പങ്ക്തിയെ 2 രീതിയിൽ കാണാം. ടിപ്പണിക്ക് അനുസരിച്ച് എഴുതിയത് ഞാൻ വായിക്കുന്നില്ല, സമയമില്ല. ദർശ കർമ്മം മാത്രം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടത്തില്ല, പൂർണ്ണവും ചെയ്യണം. അത് മാത്രമല്ല, ദർശകർമ്മം ചെയ്ത് ഈ ശരീരം നഷ്ടപ്പെട്ട് അടുത്ത ശരീരം സ്വർഗത്തിൽ എടുക്കുകയാണ്. അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് ഫലം കിട്ടണമെങ്കിൽ കാലത്തിന്റെ വ്യവധാനം വരുന്നുണ്ട്. അപ്പൊ ഹേതുവും ഫലവും തമ്മിൽ വ്യവധാനം എന്ന് പറഞ്ഞ കാലത്തിന്റെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആ കാരണം ഫലം കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നിനെ അപേക്ഷിക്കും. അവിടെ ദർശം പൂർണ്ണത്തെ അപേക്ഷിക്കുന്നുണ്ട്, പൂർണ്ണം ദർശത്തെ അപേക്ഷിക്കുന്നുണ്ട്. ഇനി വേറെ രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാല് ദർശപൂർണമാസ യാഗം ചെയ്താലും അത് ഫലം കൊടുക്കണമെങ്കിൽ പ്രയാജാതി അംഗകർമ്മത്തെയും ആശ്രയിക്കും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ദർശപൂർണമാസം യാഗം ചെയ്താലും ചെയ്യുന്നതോടുകൂടി ഫലം കിട്ടത്തില്ല, മറിച്ച് ഇവിടെ മരിച്ച് അടുത്ത ജന്മം സ്വീകരിക്കുക എന്നുള്ളൊരു കാല വിളംബം കൊണ്ട് മാത്രമേ ഫലം കിട്ടത്തുള്ളൂ. അവിടെ ദർശപൂർണമാസ യാഗവും അംഗയാഗങ്ങളുടെ അപേക്ഷ, സഹകാരിയുടെ അപേക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ ജ്ഞാനം ഉണ്ടാവുമ്പോൾ തന്നെ ഫലം കൊടുക്കുന്നതിനാൽ കാലത്തിന്റെ വ്യവധാനത്തെ ആശ്രയിക്കാത്തത് കൊണ്ട് ജ്ഞാനം ഒരിക്കലും സഹകാരി അപേക്ഷിക്കുന്നില്ല. ഇഹത്തു ഏകത്വം അനുപശ്യത കോമോഹ കശോക ഇതി ഏകത്വ ദർശന സമകാലമേവ മോഹാദി നിവൃത്തി അഭിധാനാത്. ഇഹത്തു, ഇഹ എന്നുദ്ദേശിച്ചത് ഈ ഉപനിഷത്തിന്റെ ജ്ഞാനകാണ്ഡത്തിലായിരിക്കട്ടെ. അനുപശ്യത, ഇതെവിടെ അനുപശ്യത എന്ന് മന്ത്രമുള്ളത്? തത്ര കോമോഹ കശോക ഏകത്വം അനുപശ്യത എന്ന് നിങ്ങളെ മന്ത്രം ഉണ്ടല്ലോ. ഈ മന്ത്രത്തിന്റെ ഒരു ഭാഗം എടുത്തു കാണിച്ചതാണ്. അനുപശ്യത, ആചാര്യ ഉപദേശത്തോടു കൂടി അറിവുണ്ടാവുന്നവന് കോമോഹ, എന്ത് മോഹം, കശോകം, എന്ത് ശോകം. ഈ കഥനം എന്തിനെ പറയേണ്ടിട്ടാ? സംസാര നിവൃത്തി ഉണ്ടായി എന്ന് കാണിക്കാനാണ്. ഇത്യേവം ഇതി ഏകത്വ ദർശന സമകാലമേവ, ആത്മേകത്വ ദർശനം ഉണ്ടായ അതേ സമയം തന്നെ മോഹാദി നിവൃത്തി എന്നുള്ള ഫലത്തിന്റെ കഥനം നടന്നിരിക്കുന്നതിനാൽ എന്തില്ല? ഹേതുവും ഫലവും തമ്മിൽ വ്യവധാനമില്ല, കാലവ്യവധാനം ഇല്ല.
കാലത്തിന്റെ കാത്തിരിപ്പില്ല. ജ്ഞാനം കിട്ടി 2 ദിവസം കഴിഞ്ഞാലാണോ മുക്തി വരിക? അല്ല, ജ്ഞാനം കിട്ടി അടുത്ത ക്ഷണമാണോ മുക്തി വരിക? അല്ല, ജ്ഞാനം കിട്ടുന്ന ക്ഷണമാണോ മുക്തി വരിക? അതേ ക്ഷണം. ആ ജ്ഞാനം കിട്ടുന്ന അതേ ക്ഷണം എന്ന് പറഞ്ഞാല് അജ്ഞാനത്തിനെ നശിപ്പിച്ചും കൊണ്ടാണ് ജ്ഞാനം ഉത്പന്നമാവുക. ഈ അജ്ഞാനത്തിന്റെ നാശം എന്ന് പറഞ്ഞാൽ സംസാരത്തിന്റെ നാശമാണ്. ഓക്കെ, അതായത് കാര്യത്തോടുകൂടി ഉപാദാന കാരണത്തെ നശിപ്പിക്കുകയാണ് ജ്ഞാനം ചെയ്യുന്നത്. കാര്യം എന്നുള്ള സംസാരം, അതിന്റെ കാരണമായിരിക്കുന്ന അജ്ഞാനം, ഇതിനെ രണ്ടിനെയും ഒന്നിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് നഷ്ടപ്പെട്ടു? കൈവല്യത്തിന്റെ പ്രതിബന്ധകം നഷ്ടപ്പെട്ടു. പിന്നെ കൈവല്യം അതേ സമയം തന്നെ വരും. അതായത് ഘടജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ഘടത്തിന്റെ അജ്ഞാനം നഷ്ടപ്പെടും. 2 കാര്യം സംഭവിക്കത്തുള്ളൂ. ഇവിടെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോൾ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്ന അതേ ക്ഷണം തന്നെ ബ്രഹ്മവിഷയ അജ്ഞാനം നഷ്ടപ്പെടുകയും ചെയ്യും, അറിയുന്നവനും ബ്രഹ്മസ്വരൂപം ആവുകയും ചെയ്യും എന്നുള്ളതിനാൽ കൈവല്യവും അതേ ക്ഷണത്തിൽ വരും. അപ്പോൾ ജ്ഞാനം, അജ്ഞാനനാശം, കൈവല്യം എന്നുള്ളത് ഒരേ ക്ഷണം സംഭവിക്കും. ആയ സ്ഥിതിക്ക് സമയവ്യവധാനം ഇല്ല എന്നുള്ളതിനാൽ ഇവിടെ ജ്ഞാനം ഫലം കൊടുക്കാൻ സഹകാരി കാരണത്തെ അപേക്ഷിക്കത്തില്ല. ന കാലാന്തരീയ ഫലം നിവൃത്തി അഭിധാനാത് ന കാലാന്തരീയ ഫലം. കാലാന്തരീയ ഫലമല്ല, അന്യകാലത്ത് കിട്ടുന്ന ഫലമല്ല. അതുകൊണ്ട് എന്ത് പറ്റി? തതോന സഹകാരി സമുച്ചിശീഷ. തതോ എന്നുള്ളതിന് ടിപ്പണി 12 കാണും. ജ്ഞാനഫലയോഹോ സമകാലത്വേന സഹകാര അനവകാശാതിഥിയാവത്. ജ്ഞാനവും ഫലവും ഒരേ കാലത്ത് വന്നുകൊണ്ട് സഹകാരിയെ ജ്ഞാനം അപേക്ഷിക്കത്തില്ല എന്നുള്ളതിനാൽ സമുച്ചയം നടക്കത്തില്ല എന്നർത്ഥം. ഓക്കെ, സഹകാരിയെ ആശ്രയിക്കുന്നു എങ്കിൽ സമുച്ചയം പറയാമായിരുന്നു. സഹകാരിയെ ആശ്രയിക്കത്തേ ഇല്ല. കാരണം എന്താ? സ്വന്തം നിലയ്ക്ക് ഫലം കൊടുത്തു. ആയ സ്ഥിതിക്ക് ഇനി സമുച്ചയം അവിടെ പറയാൻ പറ്റത്തില്ല. കിഞ്ച, അത്രയും മാത്രമല്ല, അസ്യാഹ മന്ത്രോപനിഷത്തോ ബ്രാഹ്മണേ. ഈ മന്ത്രം ഉപനിഷത്ത് എന്ന് പറഞ്ഞാല് ഈ ശുക്ലയജുർവേദത്തിന്റെ മന്ത്രഭാഗത്ത് വന്നിരിക്കുന്ന ഉപനിഷത്താണ് ഈശാവാസ്യം. ഈ മന്ത്രോപനിഷത്തിന്റെ ബ്രാഹ്മണ ഉപനിഷത്ത് ഏതാ? വേഗം. ബൃഹദാരണ്യകം പഠിച്ചിട്ടുണ്ടോ? ബ്രാഹ്മണേ, ഇതിന്റെ ബ്രാഹ്മണത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബ്രാഹ്മണ വിവിധിഷന്തി യജ്ഞേന ദാനാന തപസ അനാശകേന. ഈ അനാശക ശബ്ദം ഇവിടെ ഉള്ളതാണ്. 4:4 22ാമത്തെ മന്ത്രമാണ്. 4-ാം അധ്യായം 4-ാം ബ്രാഹ്മണം 22-ാം മന്ത്രം. ബ്രാഹ്മണാഹ എന്നുള്ളത് ഉപലക്ഷണമാണ്. ജിജ്ഞാസു എന്ന അർത്ഥം മനസ്സിലായിക്കൊള്ളുക. വിവിധിഷന്തി, ഈ ഒരു കാര്യത്തിൽ നമുക്ക് ബ്രഹ്മസൂത്രത്തില് 2 വിഭാഗം തിരിക്കും. അതായത് വിധി ധാതുവും സൻ പ്രത്യയവും ചേർന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ വിവിധിഷന്തി എന്നുള്ള രൂപം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ വേദിതും ഇച്ഛന്തി വിവിധിഷന്തി എന്നാ, അറിയാൻ ഇച്ഛിക്കുന്നു എന്നാണ്. അന്നപ്പോൾ യജ്ഞദാന തപസ എന്നുള്ള തൃതീയ ശ്രുതിയാല് യജ്ഞദാന തപകർമ്മങ്ങള് എന്തിനായിട്ടാണ് പറഞ്ഞത്? ഏതിനു വേണ്ടിയാണ്? ജ്ഞാനത്തിന് വേണ്ടിയാണോ അഥവാ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഇച്ഛയ്ക്ക് വേണ്ടിയാണോ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് നീണ്ട ചർച്ച നിങ്ങൾക്ക് മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണാം. വിവിധിഷന്തി, അതായത് ഈ പ്രകൃതിയും പ്രത്യയവും നോക്കിക്കഴിഞ്ഞാൽ പ്രത്യയമാണ് പ്രധാനം. ഇവിടെ വിവിധിഷന്തി എന്നുള്ള സ്ഥലത്ത് വിദ് ധാതുവും അത് പ്രകൃതിയും സൻ പ്രത്യയവുമാണ്. ആ സൻ പ്രത്യയം വന്നിരിക്കുന്നത് ഇച്ഛാർത്ഥകമായിരിക്കുന്ന സന്നാണ്. അന്നപ്പോൾ അർത്ഥം നോക്കിക്കഴിഞ്ഞാല് വേദിതും ഇച്ഛന്തി എന്നുള്ളതാണ് വിവിധിഷന്തി എന്നുള്ള രൂപം. ഇതിന് കാരണമായിട്ട് എന്താ ഉള്ളത്? യജ്ഞദാന തപസ്സുകളാണ്. എന്ന് പറഞ്ഞാല് യജ്ഞം എന്നുള്ള കർമ്മം, ദാനം എന്നുള്ള കർമ്മം, തപസ് എന്നുള്ള കർമ്മം, ഇതെല്ലാം ഹേതുവായിട്ടിരിക്കുന്നു. ആർക്ക് ഹേതുവാണ്? വേദനം എന്നുള്ള ജ്ഞാനത്തിന് ഹേതുവാണോ അഥവാ വേദനത്തിനുള്ള ഇച്ഛയ്ക്ക് ഹേതുവാണോ എന്നുള്ളതില് വാചസ്പതി പറയും പ്രകൃതി പ്രത്യയങ്ങളിൽ പ്രത്യയം പ്രധാനമായതിനാൽ അന്യപദാർത്ഥത്തിന്റെ അന്വയം പ്രധാനവുമായിട്ടായിരിക്കണം. പ്രധാനേന സഹ അന്വയതി. അപ്പോൾ അന്യപദാർത്ഥമായിരിക്കുന്ന യജ്ഞദാനാദികളുടെ അന്വയം വിവിധിഷന്തി എന്നുള്ളിടത്തെ പ്രധാനമായിരിക്കുന്ന പ്രത്യാർത്ഥമായിരിക്കുന്ന സന്നർത്ഥമായിരിക്കുന്ന ഇച്ഛയായിട്ട് നടത്തണം എന്ന് പറയും. അപ്പം ഇച്ഛയ്ക്ക് കാരണമായി മാറും യജ്ഞദാന തപസ്സുകൾ. പക്ഷേ ഈ മന്ത്രത്തിന്റെ, ഇത് ബൃഹദാരണ്യമല്ലേ, ഇതിന്റെ വാർത്തികത്തിൽ, ബൃഹദാരണ്യ വാർത്തികത്തിൽ സുരേശ്വരാചാര്യർ ഒരു ദൃഷ്ടാന്തം കൊടുക്കും. അശ്വന ജിഗമിഷതി എന്നുള്ള സ്ഥലത്ത് ഗമിതും ഇച്ഛതി ജിഗമിഷതി, ഗന്ധും ഇച്ഛതി ജിഗമിഷതി, ഗമിക്കാനുള്ള ഇച്ഛയാണ് ജിഗമിഷ എന്ന് പറയുന്നത്. അവിടെ ഗമധാതുവും സൻ പ്രത്യയവുമാണ്. ആ സൻപ്രത്യയം ഏതിന്റെ അർത്ഥത്തിൽ വന്നാ? ഇച്ഛാർത്ഥത്തിൽ വന്നാണ്. അന്നപ്പോഴാണ് ജിഗമിഷി എന്നുള്ള രൂപം ഉള്ളത്. ആ ഗമനത്തിന്റെ കാരണമായിട്ട് ആര്യ പറഞ്ഞത്? അശ്വത്തെയാണ് പറഞ്ഞത്. അപ്പോൾ അശ്വത്തിന്റെ അന്വയം ഗമനവുമായിട്ട് നടക്കുമോ അഥവാ ഇച്ഛയായിട്ട് നടക്കുമോ? പ്രധാനവുമായിട്ട് അന്വയിക്കണം എന്ന് പറഞ്ഞാല് ഗമനത്തിനുള്ള ഇച്ഛയായിട്ട് അന്വയം നടത്തേണ്ടിയിരുന്നു അശ്വത്തെ. പക്ഷെ നമ്മൾ കാണുന്ന നേരം ഗമനത്തിന് കാരണമായിട്ടാണ് അശ്വം ഇരിക്കുന്നത്, അല്ലാതെ ഗമന ഇച്ഛയ്ക്ക് കാരണമായിട്ടല്ല.
ആയതുകൊണ്ട് അന്വയം നടക്കേണ്ടത് ഗമനവുമായിട്ടാണ് അശ്വത്തിൻ്റെത്. ശരിക്കേ? ആയതിനാൽ ഇവിടെയും വിവിധിഷന്തി എന്നുള്ള സ്ഥലത്തെ വിധിധാതു സന്നിധ് പ്രത്യയത്തെ അപേക്ഷിച്ചിട്ട് ഗുണമാണെങ്കിൽ പോലും യജ്ഞദാനാദികളുടെ അന്വയം വേദനവുമായിട്ട് നടക്കും. ശരിക്കും ഇതാണ് സിദ്ധാന്തം. ഇനി ഈ സിദ്ധാന്തത്തിനനുസരിച്ച് മുന്നോട്ട് കേട്ടോ. ഇത്യാദോ തൃതീയാശ്രുത്യ, അതായത് ശ്രുതി ലിംഗവാക്യ പ്രകടനസ്ഥാന സമാഖ്യ എന്നുള്ള സ്ഥലത്ത് ശ്രുതി തന്നെ നമ്മൾ ശ്രുതിയെ വിഭാഗം ചെയ്യും. വിഭക്തി ശ്രുതി. ശരിക്കേ? ഇതാണ് തൃതീയ വിഭക്തി എന്നുള്ള ശ്രുതിയിൽ കയറി വരുന്നത്. തൃതീയ ശ്രുതി എന്ന് ഉദ്ദേശിച്ച് തൃതീയ വിഭക്തി ശ്രുതിയാണ്. യജ്ഞേന തൃതീയ അന്തമല്ലേ? തൃതീയ പദഘടിതമായിരിക്കുന്ന ശ്രുതിയാണ് നമ്മൾ തൃതീയ ശ്രുതി എന്ന് പറയുന്നത്. അപ്പൊ തൃതീയ ശ്രുതിയാൽ എന്താ പറഞ്ഞത്? യജ്ഞാദേർ ഇഷ്യമാണ് വേദനേ, ഇച്ഛയുടെ വിഷയമാണ് വേദനം. ഇച്ഛയായിട്ട് അന്വയിച്ചില്ല. ഇച്ഛയുടെ വിഷയമായിരിക്കുന്ന വേദനം എന്ന് പറയുന്ന ജ്ഞാനത്തിൽ കാരണത്വന സംബന്ധ പ്രതീയതേ, ജ്ഞാനത്തിനുള്ള കാരണരൂപത്തിൽ യജ്ഞാദികളുടെ സംബന്ധം പ്രതീതമാവുന്നു. അപ്പോൾ ജ്ഞാനത്തിനുള്ള കാരണം എന്ന് പറഞ്ഞ ജ്ഞാനത്തിന്റെ അസാധാരണ കാരണം കാരണങ്ങൾ അനേകമുണ്ട്. അതിൽ അസാധാരണ കാരണത്തെയാണ് കാരണം എന്ന് പറയാം. പ്രമേയുടെ അസാധാരണ കാരണമാണെങ്കിൽ പ്രമാണം എന്ന് പറയും. ഇവിടെ ഇപ്പോൾ കാരണരൂപത്തിൽ ആരുടെ സംബന്ധം വന്നു? യജ്ഞാദികളുടെ സംബന്ധം. എവിടെ? ജ്ഞാനത്തില്. അപ്പൊ ജ്ഞാനത്തിന്റെ കാരണമായിട്ടാണ് ആര് ഭവിച്ചത്? കർമ്മങ്ങൾ ഭവിക്കുന്നത്. കർമ്മത്തിലെ ഒരു ഉദാഹരണമാണ് യജ്ഞം. അപ്പൊ യജ്ഞദാന തപസ്സുകൾ എന്നിങ്ങനെ ഇരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഏതിന്റെ കാരണമാണ്? ജ്ഞാനത്തിന്റെ കാരണമാണ്. ഇങ്ങനെയാണ് സിദ്ധിക്കാൻ പറ്റുന്നത്. തത് കഥം ദുർബലേന പ്രകരണേന സഹകാരിതീയ സംബന്ധ പ്രതികൽപ്പത. അങ്ങനെ ഇരിക്കെ കഥം ദുർബലേന പ്രകരണേന, അതായത് ശ്രുതി ലിംഗ വാക്യ പ്രകരണം, ഉത്തരോത്തര പാരദൗർബല്യം ശ്രുതി ലിംഗ വാക്യ പ്രകരണ സ്ഥാന സമാഖ്യാനം. നിങ്ങൾക്കിതേ 15 നമ്പർ ടിപ്പണി നോക്കി ഒന്ന്. ദുർബലേനേതി ശ്രുതി ലിംഗ വാക്യ പ്രകരണ സ്ഥാന സമാഖ്യാനം സമവായി എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു വരുമ്പോൾ പരേ ഭവതീതി പരസ്യ പരേഭവം പാരം പാരസ്യ ദൗർബല്യം, ഉത്തരോത്തരത്തിൽ വരുന്നവൻ ദുർബലനായിരിക്കും. പാരദൗർബല്യം എന്തുകൊണ്ടാ? അർത്ഥവിപ്രകർഷാത്, കാര്യം ചെയ്യുന്ന കാര്യത്തിൽ ദൂരത്തിരിക്കുന്നത് കൊണ്ട്. അതായത് ശ്രുതിയുടെ അർത്ഥം തന്നെ ഇവിടെ നിരപേക്ഷോരവഹ ശ്രുതി എന്ന് പറഞ്ഞാല് ലിംഗ പ്രകരണാദികളെ അപേക്ഷിക്കാതെ സ്വന്തം കാര്യം നിശ്ചയിക്കുന്നത് കൊണ്ട് ശ്രുതി പ്രബലയാണ്. അപ്പൊ ശ്രുതി കൊണ്ട് നിശ്ചയിക്കുന്ന കാര്യത്തില് ഇനി മറ്റൊന്നിനെയും നോക്കേണ്ട ആവശ്യമില്ല. ശ്രുതി അപേക്ഷിച്ചിട്ട് ലിംഗം സ്വന്തം കാര്യം സിദ്ധിക്കാൻ ലിംഗം നേരിട്ട് സ്വന്തം കാര്യം സിദ്ധിക്കത്തില്ല, ശ്രുതി അപേക്ഷിച്ചുകൊണ്ട് സിദ്ധിക്കത്തുള്ളൂ. ഇങ്ങനെ വരുന്നത് കൊണ്ട് പിറകില് വരുന്ന പ്രമാണങ്ങള് ശരിക്കും പ്രമാണത്തിന്റെ സഹകാരി കാരണങ്ങള് ദുർബലങ്ങളായിരിക്കും. ആയ സ്ഥിതിക്ക് ഇനിയിട്ടേക്ക് നോക്ക്. തദ്ഗതം ദുർബലേന പ്രകരണേന, ശ്രുതിയെ അപേക്ഷിച്ചിട്ട് ശ്രുതി ഏതാ അവിടെ? തൃതീയാശ്രുതി. തൃതീയാശ്രുതിയുടെ അർത്ഥം എന്താ? തൃതീയ പദഘടിതമായിരിക്കുന്ന ശ്രുതിയാണ് തൃതീയാശ്രുതി. ഉദാഹരണം എന്താ? യജ്ഞേന, ദാനേന, തപസ, ഇതൊക്കെ തൃതീയാശ്രുതിയാണ്. ഓക്കെ? അപ്പോൾ തൃതീയാശ്രുതിയേക്കാൾ ദുർബലമാണെന്ത്? പ്രകരണം. ശ്രുതി ലിംഗ വാക്യ പ്രകരണം. ഓക്കെ? ശ്രുതിലിംഗ വാക്യ പ്രകരണ സ്ഥാനം സമാഖ്യ, ശ്രുതി ലിംഗ വാക്യ പ്രകരണം നാലാമത്തതാണ്. അപ്പൊ ഒന്നാമത്തെ ശ്രുതി കൊണ്ട് തന്നെ കാര്യം സിദ്ധിക്കുമ്പോൾ നാലാമത്തെ പ്രകരണം കാര്യം സിദ്ധിക്കാതെ മടങ്ങും. ആയ സ്ഥിതിക്ക് സഹകാരിതയ പ്രകരണേന സഹകാരിതയ കഥം സംബന്ധ പ്രകല്പത്തെ. കഥം ദുർബലേന പ്രകരണേന സഹകാരിതയ, അതായത് തൃതീയാശ്രുതിയാല് യജ്ഞാദികൾ ജ്ഞാനത്തിന് കാരണമാണെന്ന് സിദ്ധിച്ചിരിക്കെ ഇനി എങ്ങനെയാണ് ഈ തൃതീയാശ്രുതിയേക്കാൾ ശ്രുതി എന്നുള്ള സഹകാരി പ്രമാണത്തെ, ഇത് എവിടെയാ വരുന്നത്? അംഗാംഗി ഭാവബോധക സ്ഥലമാണ് ഇത്. അവിടെ ദുർബലനായിരിക്കുക, ശ്രുതിയേക്കാൾ ദുർബലനായിരിക്കുന്ന പ്രകരണത്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സഹകാരി കാരണത സൃഷ്ടിക്കാൻ പറ്റുന്നത്? ഏതുമായിട്ടുള്ള സഹകാരി കാരണത? യജ്ഞാദി കർമ്മങ്ങൾക്ക് ജ്ഞാനവുമായിട്ടുള്ള സഹകാരി കാരണത. ശരി അല്ല, ജ്ഞാനവും കർമ്മവും സഹകാരി ഭാവത്തിൽ ഇരുന്നിട്ടല്ലേ കൈവല്യം കൊടുക്കുന്നത്? സഹകാരി കാരണല്ലേ? ആദ്യം കർമ്മം, പിന്നെ ജ്ഞാനം, പിന്നെ കൈവല്യം, ഇങ്ങനെ സഹകാരി കാരണമായിട്ട് മാറുന്നില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ നിഷേധിച്ചത് അങ്ങനെ വരില്ല എന്നുള്ളത്? നിഷേധിക്കുന്ന സ്ഥലത്ത് പറയുന്നത് ആദ്യം ജ്ഞാനം പിന്നെ കർമ്മം, ഈ രീതിയിലെ സഹകാരി കാരണത കർമ്മത്തിലില്ല എന്നാണ്.
സഹകാരി കാരണതയാ കഥം സംബന്ധ പ്രകല്പതേ. ഇതിന്റെ 16-ാം നമ്പർ ടിപ്പണിയും കൂടി നോക്കിയോ, കുറച്ചും കൂടി സ്പഷ്ടത കിട്ടും. സഹകാരിതയാ ഇതി നഹി സാധന കാരണം ഫലേ സാധന സഹകാരി ഭവതി. ഒരു കാര്യത്തിന്റെ സാധനം, ആ സാധനത്തിന്റെയും സാധനമാണ് സാധന കാരണം. ഇപ്പോൾ ഒരു ഘടം, ആ ഘടത്തിന്റെ കാര്യമാണ് വെള്ളം നിറച്ചു വെക്കുക എന്നുള്ളത്. അപ്പൊ വെള്ളം നിറച്ചു വെക്കുക എന്നുള്ള കാര്യത്തിന്റെ കാരണമാണ് ഒരു ഘടം. ആ ഘടത്തിന്റെ കാരണം എന്താ? ദണ്ഡചക്രാദി. കാരണത്തിന്റെ കാരണം എങ്ങനെയാണ് ജലം നിറച്ചു വെക്കുന്ന സ്ഥലത്ത് സഹകാരികാരനായി മാറുന്നത്? ടീക്കൽ നോക്ക്. സാധന കാരണം ഫലേ സാധന സഹകാരി നഹി ഭവതി. എന്തുകൊണ്ടാ? ഘടകാരണസ്യ ദണ്ഡസ്യ. ഘടത്തിന്റെ കാരണമാണ് ദണ്ഡം. ജലാഹരണേ സഹകാരി ഘട സഹകാരിത്വ അദർശനാത്. ജലത്തിന്റെ ആഹരണം നടത്താൻ ജലം നിറച്ചു വെക്കുക. ജലം നിറച്ചു വെക്കുക എന്നുള്ള കാര്യത്തില് ആ കാര്യമായിരിക്കുന്ന ജലാഹരണത്തിന്റെ കാരണമായിരിക്കുന്നേ ഘടത്തിന്റെ കാരണമായിരിക്കുന്ന ദണ്ഡം കാര്യമായിരിക്കുന്ന ജലാഹരണത്തിന് ഘടത്തിനോട് കൂടെ ചേർന്നിരുന്നിട്ട് കാര്യത്തിന്റെ സമ്പാദകനല്ല. ആയതിനാൽ സഹകാരി കാരണത വരത്തില്ല. സാധന കാരണം എന്ന് ഉദ്ദേശിച്ചത് കാരണത്തിന്റെ കാരണം, കാര്യത്തെ എടുക്കുക ജലാഹരണം, അതിന്റെ കാരണമാണ് ഘടം. ആ ഘടത്തിന്റെ കാരണം ആയിരിക്കുന്ന ദണ്ഡം എങ്ങനെയാണ് ഘടത്തിൽ ജലം നിറച്ചു വെക്കാവുന്ന സമയത്ത് കാരണമായി മാറുന്നത്? സമാനമായിട്ട് കൈവല്യം എന്നുള്ള കാര്യത്തിന്റെ കാരണമായിരിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തിന്റെ കാരണമായിരിക്കുന്ന കർമ്മം എങ്ങനെയാണ് ജ്ഞാനം കൈവല്യം കൊടുക്കുമ്പോൾ സഹകാരി കാരണമായിട്ട് മാറുന്നത്? ഇതാണ് ചോദ്യം. ഇങ്ങനെ പറഞ്ഞാൽ ജീവിക്കാനുള്ള അർത്ഥം എന്താ? ജീവിതത്തിൽ എന്താ നേടേണ്ടത്? ജീവിതത്തിൽ ഒന്നും നേടാനില്ലല്ലോ. ജീവിതത്തിൽ എന്ത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ, അതായത് ജീവിതത്തിൽ നമ്മളെക്കാൾ മുന്നിലുള്ള എത്രയോ സുഖ സൗകര്യങ്ങളിൽ മുന്നിലുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ പിറകിലുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും ജീവിച്ചു തീരുന്നേരം ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. സെൻസ് അതിലല്ലേ വഴിയല്ലേ വരത്തുള്ളൂ. അല്ലാതെ സെൻസ് ഓർഗൺ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ അതിലും വലിയ കഷ്ടപ്പാടാ. ഇത്രയും കൊണ്ട് തന്നെ കഷ്ടപ്പാടാ. ഇനിയിപ്പോൾ അതായത് ഒരു മധുരത്തെ, അതായത് കുട്ടികൾക്കാണോ മധുരം സെൻസേഷൻ കൂടുതലുള്ളത്? സെൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി കുട്ടികൾക്ക്. നമ്മുടെ രസമുകുളങ്ങൾ നഷ്ടപ്പെട്ടു. എത്രമാത്രം ഭോഗം ചെയ്യുന്നുവോ അത്രമാത്രം ഇന്ദ്രിയങ്ങളുടെ സാമർത്ഥ്യം നഷ്ടപ്പെട്ടു പോകും. ഓക്കെ. അപ്പൊ ജോലി ചെയ്യുന്നവന് ബോഡിയിൽ ഷുഗർ കുറവുള്ളത് കൊണ്ടാണ് സാമാന്യമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് ചായയിലും അധികം ഷുഗർ ഇടുന്നത്, പഞ്ചസാര ഉപയോഗിക്കുന്നത്. ഓക്കെ. അന്നപ്പോൾ കൂടുതൽ സൗകര്യത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ എന്താ കൂടുതൽ ഹൈ ആയിരിക്കുന്നതാണ്. മീഡിയക്കാരന് നമ്മൾ വെറുതെ വിട്ടു. ഹൈ ആയിട്ടിരിക്കുന്നതിന് അവനാണ് ശരിക്ക് അന്നം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാത്തത്. അവൻ അന്നത്തേക്കാൾ കൂടുതൽ ഗുളിക അടിച്ച് കയറ്റിട്ട് വേണം ജീവിക്കാൻ. ഇങ്ങനെയൊക്കെയാണ് ലോകം ഇരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ ചിന്തിച്ചാലും നമ്മളെക്കാൾ എത്ര മുന്നിൽ പോയി കഴിഞ്ഞാലും നമ്മളെ വിട്ടേക്ക് എത്ര, അതായത് ഏറ്റവും സുഖ സൗകര്യത്തോടു കൂടി ജീവിച്ചാൽ പോലും നമ്മൾക്ക് ഈ സെൻസ് ഓർഗൻസിലൂടെ എടുക്കാൻ പറ്റുന്ന കാര്യമല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ അപ്പുറം സംഭവിക്കത്തില്ലല്ലോ. ഇതിനേക്കാൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഉന്നത ലോകങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും. ഇതിനേക്കാൾ കേമമായിരിക്കുന്ന ശരീരവും കേമമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും നിലനിൽക്കുന്ന ലോകങ്ങളാണ് സ്വർഗാദി ലോകങ്ങൾ. ഇനി ആ സ്വർഗലോകത്ത് പോയാൽ പോലും തിരിച്ചിങ്ങോട്ട് വരില്ലേ? അപ്പൊ നമ്മളുടെ ഈ ഭോഗഭൂമി എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. എത്ര വലിയ ഭോഗം നടത്തി കഴിഞ്ഞാലും മടുക്കൂലേ സംഭവം? ബോധം വിരളവന് മടുക്കൂലേ? പിന്നെ അവന്റെ മുന്നിലല്ലേ ചോദ്യം ഇരിക്കുന്നത്, ഇത് എന്താണ് ഇനി സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതൊന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ ശരിയാണ്. കാരണം വിശക്കുന്നവൻ ആദ്യം പ്രശ്നം വിശപ്പ് മാറ്റാനുള്ളതാണ്. ശരി. അപ്പൊ അതല്ല എങ്കിൽ വിശപ്പ് മാറിയവനെ സംബന്ധിച്ചാണ് ഇനി അടുത്തത് എന്താന്നുള്ള ചിന്ത. അങ്ങനെ ഒരു ചിന്ത ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഈ ജഗത്തിന്റെ പരമകാരണം എന്താന്ന് അന്വേഷിക്കേണ്ടി വരുന്നത്. ആ പരമകാരണം അന്വേഷിക്കുന്ന സമയത്താണ് താന്ത്രികം പറയുന്നത്, വരൂ ഞങ്ങളെ കൂടെ, നിനക്കൊരു കുണ്ടലിനിയുണ്ട്, അതിനെ ഓണാക്കി വിട്ട് കഴിഞ്ഞാൽ പൊക്കത്തെത്തും. പിന്നെ ആനന്ദത്തോട് ആനന്ദം. ठीक है. ഇങ്ങനെയല്ലേ, അതായത് ബ്രഹ്മാകാര വൃത്തിക്ക് അനുകൂലമായിരിക്കുന്ന ശാസ്ത്രാധ്യയനം നിങ്ങൾക്കില്ലാത്ത കാലത്തോളം നിങ്ങൾ ആര് വിളിച്ചാലും കൂടെ പോകും. അത് സ്വാഭാവികമാണ്. നമ്മൾക്ക് നല്ലൊരു ഐഡിയ വേദാന്തത്തെ കുറിച്ചുണ്ടാവുന്ന കാലം മാത്രമേ നമ്മൾക്ക് ഇവരോട് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പിന്മാറും. ഇവരെന്ത് വേണമെങ്കിലും അയച്ചോട്ടെ. ഓക്കെ. എന്ത് വചനം നടത്തിയാലും ശാസ്ത്രത്തിന്റെ ഒരു പരിജ്ഞാനം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഇവരുടെ ഈ കാഴ്ചപ്പാടിൽ നിന്ന് മാറി നിൽക്കാൻ. ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ
സമാനതകളില്ലാത്ത, അതായത് ജഗത്താണോ ആദ്യം ഉണ്ടായത്, പ്രാരബ്ധമാണോ ആദ്യം ഉണ്ടായത്, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. അവിടെയാണ് വേദാന്തി നിന്ന് തകർക്കുന്നത്. ഇതെല്ലാം മൊത്തത്തിൽ കൽപ്പനയാണ്, അധിഷ്ഠാനം മാത്രം സത്യം. ഇതറിഞ്ഞാലോ, അറിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അറിഞ്ഞവൻ ആനന്ദം കൊണ്ട് പൊറുതിമുട്ടൂലേ? ഇല്ല. കാരണം ആനന്ദം അറിയാനായിട്ട് അവിടെ ആളുമില്ല. വേദാന്തത്തിൽ ഗുരു ടു ഗുരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കളി നടക്കുമോ? നടക്കൂല. എന്നാൽ പ്രക്രിയ ഭേദമില്ല എന്ന് വെച്ചാൽ പ്രക്രിയക്ക് ഭേദമുണ്ട്, അത് ബുദ്ധിക്കനുസരിച്ച് മനസ്സിലാക്കാനാണ്. പക്ഷെ ഉണ്ടാവുന്ന ജ്ഞാനത്തിന് ഭേദമില്ല. കുരുടൻ ആനയെ കണ്ടതുപോലെ ബ്രഹ്മത്തിന്റെ ലേശം കാണാൻ പറ്റത്തില്ല, കാരണം സാവയവമല്ല. ബ്രഹ്മബോധം ഏത് ജ്ഞാനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും ഒരേ ആകാരത്തിലേ ഉള്ളൂ. അതേതാകാരം? ബ്രഹ്മാകാരം. ബ്രഹ്മത്തിന്റെ ആകാരം എന്താ? തന്റെ ആകാരം. തന്റെ ആകാരം എന്താ? നിരാകാരം. സ്വാമി, ഈ ആഗാമി കർമ്മത്തെ കുറിച്ച് സ്വാമിയെ സൂചിപ്പിച്ചില്ലായിരുന്നു? ആ അത് ജ്ഞാനിക്കുള്ള കർമ്മമാണെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഈ ജ്ഞാനിക്ക് കർമ്മം പിന്നെ എങ്ങനെയാ ഉണ്ടാകുന്നത്? ഞാനീ ഭക്ഷണം കഴിക്കുവോ? ഭക്ഷണം കഴിക്കും. ഞാന് ശിഷ്യന്മാരെ ഉപദേശിക്കുവോ? ഉപദേശിക്കും. ഞാനെടുത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ തെറി വിളിക്കുവോ? തെറിയും വിളിക്കും. വ്യവഹാര ലോകത്ത് ഇതൊന്നും പ്രശ്നമല്ല. ഇതൊക്കെ പഞ്ചദശിയിൽ കൂടുതൽ ക്ലിയർ കട്ട് ഐഡിയ പറയും. ഞാനിക്ക് അതായത് പ്രാരബ്ധത്തിലുള്ള ഒരു സംഭവവും ഞാനിക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. എന്താണ് ചാന്തോക്യത്തില് ഒരു പ്രസംഗം വരുന്നു. പ്രാരബ്ധം എല്ലാം കഴിയത്തില്ലേ അപ്പൊ അതോടുകൂടി? പ്രാരബ്ധ കർമ്മം നമ്മള് നിങ്ങൾ കഴിഞ്ഞ ഇതിൽ കയറിയിട്ടുണ്ടോ? ഏത്? ആരെങ്കിലും പറ, ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എവിടെയാ ചർച്ച ചെയ്തത്? ഞാനിക്ക് പ്രാരബ്ധമില്ല എന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു. ഇതിന്റെ അടുത്ത് നിൽക്കുന്ന പങ്ക്തിയാണത്. അതായത് നിങ്ങളുടെ മനീഷ് പഞ്ചകത്തില് എന്ത് കയറി വന്നിരുന്നു? ബ്രഹ്മൈവനതു ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. അവൻ ബ്രഹ്മജ്ഞാനിയല്ല, അവൻ ബ്രഹ്മമാണ്. കാരണം ജ്ഞാനത്തോടുകൂടി ജ്ഞാനവും നഷ്ടപ്പെട്ട് അവൻ കേവല ബ്രഹ്മസ്വരൂപത്തിലിരിക്കും. അതുകൊണ്ട് ഇനി അവനെ ബ്രഹ്മജ്ഞാനി എന്നല്ല പറയേണ്ടത്, ബ്രഹ്മം എന്നാ പറയുന്നത്. ആ ബ്രഹ്മത്തിൽ ക്രിയ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ജ്ഞാനിയിൽ പ്രാരബ്ധമില്ല. അത് ശരിയാണ്. പക്ഷേ വ്യവഹാര കാലത്ത് നമ്മൾ ലേശാവിദ്യ മാനിച്ചും കൊണ്ട് ശിഷ്യതാടനാദികൾ കാണുന്നു എന്നുള്ളതിനാൽ നമ്മൾ ഇങ്ങനെ ഒരു ശാസ്ത്രം മാനിക്കുന്നുണ്ട്. അതിന് പ്രമാണമാണ് ഭൂയശ്ചാന്തി വിശ്വമായ നിവൃത്തി എന്നുള്ള ശ്വേതാശ്വേതോപനിഷത്തിലെ പ്രമാണം. തദഭിധ്യാനാദിയോധന തത്വഭാവാത് ഭൂയശ്ചാന്തി വിശ്വമായ നിവൃത്തി. തദഭിധ്യാനാത് ഈശ്വരന്റെ അഭിധ്യാനം കൊണ്ട്, യോജനാത് മരണം കൊണ്ട്, തത്വഭാവാത് ബ്രഹ്മാകാര വൃത്തി കൊണ്ട്, ഭൂയഹ വീണ്ടും വിശ്വമായ നിവൃത്തി എന്ന് പറഞ്ഞാൽ സകലമായുടെ നിവൃത്തി സംഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലേശാവിദ്യ മാനിച്ചിട്ടാണ്. ഇത് ശാസ്ത്ര സമ്മതമാണ്. ഇതൊക്കെ ഹയർ ടെക്സ്റ്റ് പഠിച്ചാലേ നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇങ്ങനെയൊക്കെ പ്രസംഗവും പരിവട്ടം ഉണ്ടെന്നാണ്. അജ്ഞാനിയെ സംബന്ധിച്ച് പ്രാരബ്ധം ഇങ്ങനെ തന്നെ കിടക്കും. ജ്ഞാനിയെ സംബന്ധിച്ച് പ്രാരബ്ധം ഉണ്ട് എന്നോ ഇല്ല എന്നോ എന്ത് വേണേ ബാധിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണ.